Hello, very good morning, everyone, and welcome to the session. അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് ഒഫീഷ്യലി നമ്മുടെ റിവിഷൻ ഫേസ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഓഡിബിൾ അല്ലേ എല്ലാവർക്കും? Yes, sir. ഹലോ, Yes, sir. ഓൾറൈറ്റ്, യാ. സോ വൺസ് അഗെയിൻ നമ്മളപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ നമ്മുടെ റിവിഷൻ ഫേസ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് റിവിഷൻ, ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ്, അതേപോലെ തന്നെ എക്സാമിനേഴ്സ് കമന്റിന്റെ ഡിസ്കഷൻ, ഇതെല്ലാമാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഈച്ച് ഡേ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഓരോരോ ഏരിയാസിലായിരിക്കും. ആൻഡ് സ്റ്റാർട്ടിങ് വിത്ത് ദ ഡേ 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഓഡിറ്റ് റിസ്കിന്റെ ഏരിയ ആയിരിക്കും. സോ നമുക്ക് ആ ഒരു റിവിഷൻ പ്ലാൻ എങ്ങനെയാണെന്നുള്ളതൊന്ന് ക്വിക്ലി ആദ്യമേ നമുക്ക് ഡിസ്കസ് ചെയ്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്കറിയാം നമ്മുടെ പേപ്പർ ഡബിൾ എയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും, ഓഡിറ്റ് ആൻഡ് അഷുറൻസ് പേപ്പറിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് കുറച്ച് കോർ ഏരിയാസ് ഉണ്ട് എക്സാമിന് കവർ ചെയ്ത് പോണത്. സോ നമുക്കറിയാവുന്ന കോർ ഏരിയാസ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു? സോ ഏരിയ കോൾ ഓഡിറ്റ് റിസ്ക് ആൻഡ് റെസ്പോൺസ്. രണ്ടാമതായിട്ട് നമുക്ക് ഇന്റേണൽ കൺട്രോൾസ് എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. ആൻഡ് ഇന്റേണൽ കൺട്രോൾസിൽ തന്നെ നമുക്ക് ഏതൊക്കെയുണ്ട്? ഡെഫിഷ്യൻസീസ് ഉണ്ടാവും, ഡയറക്ട് കൺട്രോൾസ് ഉണ്ടാവും. ദെൻ മൂന്നാമതായിട്ട് നമ്മുടെ ഏറ്റവും കോർ ഏരിയ നമുക്ക് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. സോ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് വിൽ ബി വൺ ഓഫ് ദി കോർ ഏരിയ. പിന്നെ അതിന് ശേഷം നമുക്ക് കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ട് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കോർപ്പറേറ്റ് ഗവേണൻസ്. ദെൻ എത്തിക്സ് ഉണ്ടാവും. ദെൻ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പുതിയ ഏരിയ ആണ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ അതേപോലെ തന്നെ റിപ്പോർട്ടിംഗ് ഉണ്ടാവും. സോ ഇത്രയാണ് നമുക്ക് ഉറപ്പായിട്ടും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള കോർ ഏരിയാസ് എന്ന് പറയുന്നത്. സോ ഇത്രയും ഏരിയാസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനുണ്ടാവും. സോ അപ്കമിങ് ഡേയ്സിൽ ഓൺ എ സിംഗിൾ ഡേ വി വിൽ ബി ഫോക്കസിങ് ഓൺ ഓഡിറ്റ് റിസ്ക്. ദാറ്റ്സ് ഡേ 1. സോ ഡേ 1 ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഓഡിറ്റ് റിസ്കിന്റെ മേലായിരിക്കും. ഡേ 2 എന്ന് പറയുന്ന ദിവസം നമ്മൾ ഇന്റേണൽ കൺട്രോൾസിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. ഡേ 3 വിൽ ബി സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ആൻഡ് വി വിൽ ട്രൈ ടു കവർ ഓൾ ദീസ് ഏരിയാസ് ഇൻക്ലൂഡിംഗ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഇൻ ഡേ 4 വിച്ച് വിൽ ബി എ ലെങ്തി സെഷൻ. സോ ഇങ്ങനെയായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. ഇങ്ങനെയാണ് ഓവർ ദ 4 ഡേയ്സ് നമ്മൾ റിവൈസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ സെഷനിൽ എന്തൊക്കെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി വിൽ ബി റിവൈസിങ് ഓൾ ദി കോർ ഏരിയസ്. അതായത് എങ്ങനെയാണ് ആൻസേഴ്സ് എഴുതേണ്ടത് എന്നുള്ള കാര്യമായിരിക്കും നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. രണ്ടാമതായിട്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി ചെയ്യാൻ പോകുന്നത് എക്സാമിനേഴ്സ് കമന്റിന്റെ ഡിസ്കഷൻ ആയിരിക്കും. ബിക്കോസ് വി നീഡ് ടു നോ വാട്ട് ദ എക്സാമിനർ എക്സ്പെക്ട് ഫ്രം us. സോ എക്സാമിനേഴ്സ് റിപ്പോർട്ട് നമ്മൾ ഡീബ്രീഫ് ചെയ്തിട്ട് അതായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. And followed by that, we will practice latest question based on that particular topic. So this is what we are planning to do. Okay. And as we mentioned, so we are going to start with the area of audit risk as the day 1 topic. Okay. Audit risk. So basically, ഓഡിറ്റ് റിസ്ക് എന്ന് പറയുന്ന ഏരിയ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഇൻട്രൊഡക്ഷനോ കാര്യങ്ങളൊന്നും ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് കീപ് ദിസ് വൺ ഇൻ മൈൻഡ്, നമ്മളിത് ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. സോ നമ്മൾ സെഷൻ എടുക്കുന്ന സമയത്തും നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ബേസിസിലായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ആൻഡ് അതുകൊണ്ട് തന്നെ ഐ എം എക്സ്പെക്ടിങ് ദ സെയിം റെസ്പോൺസ് ഫ്രം യുവർ എൻഡ്. ആൻഡ് ഇൻ കേസ് എങ്ങാനും നമ്മൾ പറഞ്ഞു പോകുന്ന സമയത്ത്, സപ്പോസ് എങ്ങാനും ഇഫ് യു ആർ നോട്ട് ഫെമിലിയർ വിത്ത് എനി ഓഫ് ദി ടോപ്പിക് വിച്ച് വി ആർ ഡിസ്കസിങ് അബൌട്ട്, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കണം. ആൻഡ് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമുക്ക് ക്ലാരിഫൈ ചെയ്ത് പോവാം. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി സെഷൻ ഓൾസോ വിൽ ബി ഹാവിംഗ് സ്പെസിഫിക് ടൈം ടു ക്ലാരിഫൈ ഓൾ യുവർ ഡൗട്ട്സ് റിഗാർഡിംഗ് ദിസ് പർട്ടിക്കുലർ ടോപ്പിക്. ഈ ഒരു പർട്ടിക്കുലർ നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റിനെ കുറിച്ചാണെങ്കിലും വേറെ ഏതെങ്കിലും ഏരിയനെ കുറിച്ചിട്ടാണെങ്കിലും യു കൻ ആസ്ക് മീ. സോ അപ്പൊ അങ്ങനെ ജനറൽ ആയിട്ടുള്ള ഡൗട്ട്സ് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ആൻഡ് നൗ കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ടോപ്പിക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ. ആൻഡ് ബേസിക്കലി ഞാൻ വീണ്ടും പറയുന്നു, നമ്മളിപ്പോൾ നമ്മുടെ റെഗുലർ ബാച്ചിലാണെന്നുണ്ടെങ്കിൽ വി നോ ദ 23, 24, 24, 25 അതുവരെയുള്ള റിവിഷൻ കിട്ടിയത് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. സോ 25, 26 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മാത്രമാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ആൻഡ് വി ഹാവ് പ്രാക്ടീസ്ഡ് ഈച്ച് ക്വസ്റ്റ്യൻസ് ഫോർ 3 times. സോ അതെല്ലാം വെച്ചിട്ട് എല്ലാവരും ആൻസേഴ്സ് പ്രോപ്പർലി പറയണം. ഓവർ ദ മൈക്ക് തന്നെ പറയാനായിട്ട് ശ്രമിക്കാം മാക്സിമം ആസ് പോസിബിൾ. എന്തെങ്കിലും കാരണത്താൽ മൈക്കിലൂടെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ചാറ്റിലൂടെ റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. ബട്ട് സ്റ്റിൽ എല്ലാവരും റെസ്പോണ്ട് ചെയ്യണേ. ഓക്കെ, ഓൾ റൈറ്റ്. സോ അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ ഏരിയ വിച്ച് ഈസ് ഏരിയ ഓഫ് ഓഡിറ്റ് റിസ്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ബേസിക്കലി ഓഡിറ്റ് റിസ്ക് എന്ന് പറയുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ്ലി നമുക്ക് ഏറ്റവും ബേസ് ആയിട്ട് നമുക്ക് വേണ്ട ഒരു ഐഡിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് റിസ്ക് എന്നുള്ള കാര്യമായിരുന്നു. സോ വി ഹാവ് സ്റ്റഡീഡ് ദാറ്റ് ഓഡിറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു?
ഇറ്റ്സ് എ റിസ്ക് ഓഫ് ഗിവിംഗ് ആൻ ഇൻഅപ്രോപ്രിയേറ്റ് ഒപ്പീനിയൻ ഓൺ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വെൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ മെറ്റീരിയലി മിസ്സ്റ്റേറ്റഡ്. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മിസ്സ്റ്റേറ്റഡ് ആയിരിക്കുന്ന സമയത്ത് അതേക്കുറിച്ച് നമ്മൾ തെറ്റായ ഒരു ഒപ്പീനിയൻ കൊടുക്കാനായിട്ടുള്ള ചാൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഓഡിറ്റ് റിസ്ക് എന്ന് വിളിക്കുന്നുണ്ടാവുക. അപ്പോൾ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മിസ്സ്റ്റേറ്റഡ് ആയിരിക്കുന്ന സമയത്ത് ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ച് തെറ്റായ ഒരു ഒപ്പീനിയൻ കൊടുക്കാനുള്ള ചാൻസിനെയാണ് നമ്മൾ ഓഡിറ്റ് റിസ്ക് എന്ന് വിളിക്കുക. അത് നമ്മൾ പഠിച്ചിരുന്നു. ഓഡിറ്റ് റിസ്ക് എന്ന് പറയുമ്പോൾ അവിടെ മെയിൻലി 3 എലമെന്റ്സ് വരുന്നുണ്ടാവും അല്ലെ? എന്തൊക്കെയാണ് കോമ്പണൻസ് ഓഫ് റിസ്ക് എന്ന് പറയാ? Inherent risk, എക്സാക്ട്ലി, ദർ വിൽ ബി inherent ഇൻഹെറന്റ് റിസ്ക്. പിന്നെ എന്തുണ്ടാവും? control risk, ഓക്കെ, കൺട്രോൾ റിസ്ക് ഉണ്ടാവും. and മൂന്നാമതായിട്ട് എന്തായിരുന്നു വരിക? detection, ഡിറ്റക്ഷൻ റിസ്ക്കും വരും. ഓക്കെ, സോ ഇങ്ങനെ 3 റിസ്കുകളായിരുന്നു വരുന്നുണ്ടാവുന്നത്. സോ ബേസിക്കലി നമ്മൾ പറഞ്ഞു ഇൻഹെറന്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ ആസ് എൻ ഓഡിറ്റ് നമ്മളൊരു കമ്പനി ഓഡിറ്റ് ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് ഓൾറെഡി അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മിസ്റ്റേറ്റഡ് ആയിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഇൻഹെറന്റ് റിസ്ക് എന്ന് വിളിക്കുക. അപ്പൊ നമ്മൾ ബൈ ഡെഫിനിഷൻ ഇങ്ങനെയാണ് പഠിച്ചിരുന്നത്. ഒരു കമ്പനിയുടെ റിലേറ്റഡ് കൺട്രോൾസ് എന്തൊക്കെയാണോ ആ കൺട്രോൾസ് ഒക്കെ കൺസിഡർ ചെയ്യുന്നതിന് മുന്നേ തന്നെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അസേർഷൻസിന്റെ അകത്ത് മിസ്റ്റേറ്റ്മെന്റ്സിനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അസേർഷൻസിൽ മിസ്റ്റേക്കിനുള്ള ചാൻസ് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, വി വിൽ കോൾ ഇറ്റ് ആസ് ഇൻഹെറന്റ് റിസ്ക്. നമ്മളവിടെ പറഞ്ഞു ഒരു കമ്പനിയുടെ നേച്ചർ ഓഫ് ആക്ടിവിറ്റീസിന്റെ ബേസിസിലായിരിക്കും. ഫോർ എക്സാമ്പിൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള എൻറ്റിറ്റിയാണ്, ഒരുപാട് ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻ ചെയ്യുന്ന ഒരു കമ്പനിയാണ്, ഭയങ്കര എന്താ പറയുക പ്രൈസ് വോളറ്റൈൽ ആയിട്ടുള്ള ബിസിനസ് ആണ്, ഒരു ലൈക്ക് ഇപ്പോൾ ഗോൾഡ് പോലത്തെ ഇൻവെന്ററി സെല് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ അങ്ങനത്തെ കേസുകളിലൊക്കെ മിസ്റ്റേക്കിനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആയിരിക്കും. സോ ദാറ്റ് ഈസ് സംതിങ് കോൾഡ് ഇൻഹെറന്റ് റിസ്ക്. ഇനി കൺട്രോൾ റിസ്ക് എന്ന് പറയുമ്പോൾ ഓൺ ദ അതർ ഹാൻഡ് നമ്മൾ പറഞ്ഞു ഒരു കമ്പനി ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. സോ ഇത് കേസിൽ നമ്മുടെ കമ്പനിയുടെ നമ്മുടെ കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും കൺട്രോൾസ് വീക്കാണ്. സോ കൺട്രോൾസ് വീക്ക് ആയ കാരണം കൊണ്ട് FSനകത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു മിസ്റ്റേറ്റ്മെന്റിനെ കമ്പനിയിൽ അത് പ്രിവെന്റ് ചെയ്യോ ഡിറ്റക്ട് ചെയ്യോ കറക്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്യില്ല. ഇതിനെയാണ് കൺട്രോൾ റിസ്ക് എന്ന് വിളിക്കുക. അപ്പോൾ എപ്പോഴും വീക്ക് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം കാരണം കൊണ്ടുണ്ടാകുന്ന റിസ്കിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, കൺട്രോൾ റിസ്ക് എന്ന് വിളിക്കുക. അത് നമ്മൾ പറഞ്ഞു ഈ ഇൻഹെറന്റ് റിസ്ക് എന്ന് പറയുന്നതും കൺട്രോൾ റിസ്ക് എന്ന് പറയുന്നതും രണ്ടും കമ്പനിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാവുന്നതാണ്. സോ ഡ്യൂ ടു വിച്ച് ദ വിൽ ബി മിസ്റ്റേറ്റ്മെന്റ്സ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കും. ഓക്കെ, റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇൻഹെറന്റ് റിസ്ക്കും കൺട്രോൾ റിസ്ക്കും കാരണം കൊണ്ട് FSന്റെ അകത്ത് എപ്പോഴും എന്തുണ്ടാവും, മിസ്റ്റേറ്റ്മെന്റിനുള്ള ചാൻസ് ഉണ്ടാവും. ആൻഡ് ഓഡിറ്ററെ നമുക്ക് ഇതെങ്ങനെയും മാനേജ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇറ്റ് ഈസ് ഔട്ട് ഓഫ് അവർ ഹാൻഡ്സ് ബിക്കോസ് ഇത് കംപ്ലീറ്റ്ലി മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. ആൻഡ് വി വിൽ ബി ബിഗിനിങ് വിത്ത് അവർ ഓഡിറ്റ് ഫോളോയിങ് ദി ഇയർ. അതുകൊണ്ട് തന്നെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ നിന്ന് ഉണ്ടാവുന്ന ഒരേ ഒരു റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇറ്റ് ഈസ് ഡിറ്റക്ഷൻ റിസ്ക്. കാരണം എന്താ നമ്മൾ പറഞ്ഞേ, ഓഡിറ്ററായി നമ്മൾ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്തു, പക്ഷെ നമ്മൾ ചെയ്ത പ്രൊസീജിയേഴ്സ് കാരണം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, FSന്റെ അകത്തുള്ള ഒരു മിസ്റ്റേറ്റ്മെന്റിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. സോ ഓഡിറ്ററായി നമുക്ക് FSലുള്ള ഒരു മിസ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാൻ പറ്റാത്തതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക, ഡിറ്റക്ഷൻ റിസ്ക് എന്ന് വിളിക്കുക. ആൻഡ് ദാറ്റ് ഈസ് ദ വൺ ആൻഡ് ഓൺലി റിസ്ക് ദാറ്റ് അറൈസസ് ഫ്രം ദ പാർട്ട് ഓഫ് ദി ഓഡിറ്റർ. ആൻഡ് ഓഡിറ്റർ വിൽ ബി ഹാവിംഗ് കൺട്രോൾ ഓവർ ദ ഡിറ്റക്ഷൻ റിസ്ക്. ഓഡിറ്റർക്ക് ഡിറ്റക്ഷൻ റിസ്കിന് മേലെ കൺട്രോൾ ഉണ്ടാവും. ഓഡിറ്റർ ക്യാൻ മാനേജ് ഡിറ്റക്ഷൻ റിസ്ക്. അതെങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റുന്നത്? ബൈ പെർഫോമിംഗ് മോർ ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. നല്ല രീതിയിൽ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ചെയ്ത് കൂടുതൽ എവിഡൻസ് ഒബ്ടൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഓഡിറ്റർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റക്ഷൻ റിസ്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പം ദീസ് വാസ് ദ ബേസിക്സ് ഓഫ് ഓഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത്. സോ ഓഡിറ്റ് റിസ്ക് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഇൻഹെറന്റ് റിസ്ക്, കൺട്രോൾ റിസ്ക് ആൻഡ് ഡിറ്റക്ഷൻ റിസ്ക്. ഓർമ്മയില്ല എല്ലാവർക്കും? ആൻഡ് നമ്മൾ പറഞ്ഞിരുന്നു ജനറലി ക്വസ്റ്റ്യൻ്റെ അകത്ത് എപ്പോഴും ഡിറ്റക്ഷൻ റിസ്ക് വരുന്ന സാഹചര്യത്തിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, എടുത്തു തന്നെ അത് ഡിറ്റക്ഷൻ റിസ്ക് ആണെന്ന് പറയുക. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളോട് പറയാണ് ന്യൂ ക്ലൈന്റ് ആണ് ഓഡിറ്റ് ചെയ്യുന്നതെന്ന് പറയാണ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളോട് പറയുന്നത് ഫസ്റ്റ് ടൈം എവറാണ് അങ്ങനെയുള്ള ഇൻഡസ്ട്രിയിലുള്ള ഒരു ക്ലൈന്റിനെ നിങ്ങൾ ഓഡിറ്റ് ചെയ്യുന്നതെന്ന് പറയാണ്, അല്ലെങ്കിൽ ഓഡിറ്ററായി നമുക്ക് ഇൻവെന്ററി കൗണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാണ്. അങ്ങനത്തെ എല്ലാ സിറ്റുവേഷനിലും വരുന്ന റിസ്ക് എന്തായിരിക്കും, ഡിറ്റക്ഷൻ റിസ്ക് ആയിരിക്കും. അപ്പം ഡിറ്റക്ഷൻ റിസ്കിന്റെ എക്സ്പ്ലനേഷൻ എഴുതുന്ന സമയത്ത് നിങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി, ദിസ് മേ ലീഡ് ടു ഡിറ്റക്ഷൻ റിസ്ക് ഡ്യൂ ടു വിച്ച് ദ ഓഡിറ്റർ വിൽ നോട്ട് ബി ഏബിൾ ടു ഒബ്ടൈൻ സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ്. ഓഡിറ്റർക്ക് സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ഒബ്ടൈൻ ചെയ്യാൻ പറ്റില്ല, അത് കാരണം കൊണ്ട് ഡിറ്റക്ഷൻ റിസ്ക് ഉണ്ടാവും എന്ന് പറയാം. അല്ല നേരെ തിരിച്ച് ഡിറ്റക്ഷൻ റിസ്ക് ഉണ്ടാവും കാരണം ഓഡിറ്റർക്ക് സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് കിട്ടില്ല എന്നുള്ളത് പറയാം. സോ ഇതേ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതാണ് ഡിറ്റക്ഷൻ റിസ്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഓക്കെ, ഇനി ഓഡിറ്റ് റിസ്കിന്റെ ആൻസേഴ്സ് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ആൻസേഴ്സിന്റെ അകത്ത് നമുക്ക് എല്ലാ വേണ്ട എലമെന്റ്സും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ.
ആൻഡ് ബേസിക്കലി നമുക്കറിയാം നമ്മൾ ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ടേബിളർ ഫോമാറ്റിലായിരിക്കും നമ്മൾ ആൻസേഴ്സ് എഴുതുന്നുണ്ടാവുക. അതായത് ബേസിക്കലി സിമ്പിൾ ആയിട്ടുള്ള 2 കോളം ടേബിൾസ് എക്സാമിനോട് തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ടേബിളിലായിരിക്കും നിങ്ങൾ കൊടുക്കുന്നുണ്ടാവും. ഫസ്റ്റ് കോളത്തിൽ നമ്മൾ എന്ത് കൊടുക്കും? ഓഡിറ്റ് റിസ്ക് കൊടുക്കും. അത് കോളത്തിൽ നമ്മുടെ റെസ്പോൺസ് എന്താണോ ആ റെസ്പോൺസ് എന്താണെന്നുള്ളത് കൊടുക്കും. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, റെസ്പോൺസ് എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ എഴുതുന്ന ഓഡിറ്റേഴ്സ് റെസ്പോൺസ് ആണ്, മാനേജ്മെന്റിന്റെ റെസ്പോൺസ് അല്ല. പലപ്പോഴും കുട്ടികൾ കൊണ്ട് എഴുതി വെക്കും റിസ്കിന്റെ കേസിൽ അവിടെ മാനേജ്മെന്റ് എന്ത് ആക്ഷൻ എടുക്കണം എന്ന്. അത് റെസ്പോൺസ് അല്ല, ദാറ്റ് ഈസ് റെക്കമെൻഡേഷൻ. അത് നമ്മൾ എഴുതുന്നത് എവിടെയാ? ഇന്റേണൽ കൺട്രോൾസിന്റെ ക്വസ്റ്റ്യനിലാണ്. ദാറ്റ് ടു ഡെഫിഷ്യൻസീസ് ചോദിക്കുമ്പോഴാണ്. സോ ഓഡിറ്റ് റിസ്ക് എഴുതുമ്പോൾ ഒരിക്കലും ഓഡിറ്റേഴ്സ് റെസ്പോൺസ് അല്ലാതെ വേറെ ഒന്നും എഴുതരുത്, നമുക്ക് മാർക്ക് കിട്ടില്ല. ആൻഡ് റിസ്ക് എന്ന് പറയുന്ന സിറ്റുവേഷനിൽ ഓഡിറ്ററെ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് അവർ നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആൻസേഴ്സ് എഴുതുന്ന സമയത്താണെങ്കിലും ആദ്യം എന്ത് ചെയ്യുക? സിനാരിയോയ്ക്ക് തന്നേക്കുന്ന റിസ്ക് എന്താണോ ആ റിസ്ക് എന്താണെന്നുള്ള ആദ്യമേ ഫസ്റ്റ് ഓഫ് ഓൾ ഐഡന്റിഫൈ ചെയ്യണം. രണ്ടാമതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത്, ആ റിസ്ക് എന്താണോ അത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ആൻഡ് മൂന്നാമതായിട്ട് അത് കാരണം കൊണ്ടുണ്ടാകുന്ന ഇമ്പാക്ട് എന്താണെന്നുള്ളത് എഴുതണം. ആൻഡ് ഇമ്പാക്ട് എഴുതുന്ന സമയത്ത് ഇമ്പാക്ട് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വേണം എഴുതാനായിട്ട്. അവിടെ കമ്പനിയുടെ മേലെ വരുന്ന ഇമ്പാക്ട് അല്ല നമ്മൾ എഴുതുക, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ മേലെ വരുന്ന ഇമ്പാക്ട് ആയിരിക്കും എഴുതുന്നുണ്ടാവുക. അപ്പൊ ഈ കാര്യം എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻഡ് എക്സാമിനർ പറയുന്ന ഒരു കാര്യമാണ് ഈ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? സിനാരിയോയ്ക്കകത്തുനിന്ന് നമ്മൾ കണ്ട റിസ്ക് എന്താണോ റിസ്ക് എന്താണെന്നുള്ള ഐഡന്റിഫൈ ചെയ്താൽ മതി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ IAS 38, ഓക്കെ, IAS 38 പ്രകാരം ഒരു കമ്പനി 10 മില്യൺ ഇൻവെസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിങ്ങളോട് കുറേ കഥ സിനാരിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ അത് മൊത്തം കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങോട്ട് ഫുൾ ഫാക്ട് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇല്ല. നിങ്ങളോട് ഐഡന്റിഫൈ ചെയ്യാൻ പറയുന്ന ഫാക്ട് അല്ല, ദേ ആർ ആസ്കിങ് അസ് ടു ഐഡന്റിഫൈ ദ റിസ്ക്. അതായത് റിസ്ക് എന്താന്നുള്ളതാണ് നിങ്ങളോട് ഐഡന്റിഫൈ ചെയ്യാൻ പറയുന്നത്. അപ്പൊ അതിൻ്റെ അകത്തുള്ള റിസ്ക് എലമെന്റ് എന്താണോ റിസ്ക് എലമെന്റിന്റെ പോർഷൻ മാത്രം ഐഡന്റിഫൈ ചെയ്താൽ മതി, ഫുൾ സെന്റൻസ് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട. അതായത് 10 മില്യൺ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കമ്പനി സ്പെൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ ആ 10 മില്യൺ സ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നത് മാത്രം പിക്ക് ചെയ്താൽ മതി. അല്ലാണ്ട് അവിടെ എഴുതിയേക്കുന്ന കഥ മൊത്തം എഴുതേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ കമ്പനി പുതുതായിട്ട് ലിസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് പോവാണെന്ന് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കമ്പനി ലിസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് പോവാണ്, അതിന് വേണ്ടിയിട്ട് അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞ് കുറേ സിനാരിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും. ബട്ട് ലിസ്റ്റിങ്ങിന് പോവാണ് എന്ന് പറയുന്ന ഫാക്ടറാണ് നമുക്ക് റിസ്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് മാത്രം നിങ്ങൾ പിക്ക് ചെയ്താൽ മതി. രണ്ടാമതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്ന സമയത്ത് നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക? അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്ന സമയത്ത് അവിടെ പല കാര്യങ്ങൾ എഴുതാനായിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ മെയിൻലി നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എന്താണ്? എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണ് വേണ്ടത് എന്നുള്ള കാര്യം ആദ്യമേ പറയാം. അവിടെ ട്രീറ്റ്മെന്റ് വേണ്ട സമയത്ത് പറയുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ബ്രാക്കറ്റിൽ ഇങ്ങനെ കൂടെ കൊടുക്കാം, റിക്വയർഡ് എന്ന് എഴുതാം. കാരണം എന്താ വെച്ചാൽ ആവശ്യമുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് അറിയാവുന്ന കഥ മൊത്തം പറയണ്ട. ഓക്കെ, അതായത് ഇപ്പം ഇഫ് ദേ ആർ ആസ്കിങ് അബൌട്ട് ദ റവന്യൂ റെക്കഗ്നേഷന്റെ ബേസിക് ആയിട്ടുള്ള റവന്യൂ റെക്കഗ്നേഷനെ കുറിച്ച് മാത്രം സംസാരിക്കേണ്ട ആവശ്യമുള്ളെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ ആവശ്യമുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് മാത്രം നിങ്ങൾ ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്യുക. പ്ലസ് അവിടെ എന്തും കൂടെ പറയണം, വോട്ട് വിൽ ഗോ റോങ് എന്നുള്ളതും കൂടെ പറയാം. എന്താണ് അവിടെ തെറ്റായിട്ട് സംഭവിക്കാൻ ചാൻസ് ഉള്ളതെന്നുള്ള കാര്യം പറയാം. ഇതാണ് എക്സ്പ്ലനേഷൻ്റെ അകത്ത് കൊടുക്കേണ്ടത്. അപ്പൊ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ളതും വേണം. അതുപോലെ തന്നെ വോട്ട് വിൽ ഗോ റോങ്, എന്തായിരിക്കും സിനാരിയോ പ്രകാരം തെറ്റായിട്ട് സംഭവിക്കാൻ ചാൻസ് ഉള്ളത് എന്നുള്ള കാര്യവും നിങ്ങൾ പറയാം. അതിനുശേഷം വേണം ഇമ്പാക്ട് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എഴുതാൻ വേണ്ടിയിട്ട്. ഇമ്പാക്ട് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എഴുതുന്ന സമയത്ത് മാക്സിമം എന്ത് ചെയ്യാൻ നോക്കുക? സ്പെസിഫിക് ആയിട്ടുള്ള ഇമ്പാക്ട് തന്നെ കൊടുക്കുക. അതായത് ഇപ്പം മേ ലീഡ് ടു ഓവർ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയാതെ, ഇപ്പൊ പേറ്റന്റ് എന്ന് പറയുന്ന ഇൻടാഞ്ചിബിൾ അസറ്റിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്, അങ്ങനെയാണ് നിങ്ങൾ എന്ത് തന്നെ പറയാ? ഇറ്റ് മേ ലീഡ് ടു ഓവർ സ്റ്റേറ്റ്മെന്റ് ഓഫ് പേറ്റന്റ് തന്നെ പറയാം. സോ ഇഫ് യു ആർ ടോക്കിംഗ് അബൌട്ട് ദി കമ്പനീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, അവിടെ ജനറൽ ആയിട്ട് എപ്പോഴും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മേ അഫക്റ്റഡ് എന്നുള്ളത് പറയരുത്. അവിടെ നമ്മൾ പ്രത്യേകം എന്ത് തന്നെ പറയാം? അവിടെ നമ്മൾ പ്രോപ്പർലി പറയാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് ഏത് എലമെന്റ് ആണ്. ഇപ്പം ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ചാർജ് ചെയ്യാത്തതിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയാണ് നിങ്ങൾ അവിടെ എന്ത് പറയണം? PPE വിൽ ബി ഓവർ സ്റ്റേറ്റഡ് ആൻഡ് ദ ഡിപ്രിസിയേഷൻ എക്സ്പെൻസസ് വിൽ ബി അണ്ടർ സ്റ്റേറ്റഡ് എന്ന് തന്നെ പറയാം. അത് നമ്മൾ പറഞ്ഞ സ്പെസിഫിക് ഇമ്പാക്ട് എന്താണെന്നുള്ളത് തന്നെ അവിടെ പ്രോപ്പർലി മെൻഷൻ ചെയ്യുന്നുണ്ടാവണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറഞ്ഞു ഒരു കമ്പനി 10 മില്യൺ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു. ഓക്കെ, അപ്പോ ഒരു എന്താ പറയാ, ഒരു പുതിയ പ്രൊഡക്റ്റിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു എന്നാ പറഞ്ഞതെന്ന് വെച്ചു. അപ്പോൾ നിങ്ങൾ അത് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. അലൻ കമ്പനി ഹാവ് സ്പെൻഡ് 10 മില്യൺ ഓൺ ഡെവലപ്മെന്റ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ് റേഞ്ച്. ഇനി അവിടെ നമ്മൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പറയാം. Therefore, as per IAS 38, intangible asset, research expenses should be expensed in the P&L and development expenditure should be capitalized only if meets the criteria for capitalization. ഇനി അവിടെ വോട്ട് വിൽ ഗോ റോങ്, എന്താ തെറ്റായിട്ട് സംഭവിക്കാൻ ചാൻസ് ഉള്ളതെന്ന് പറയാം. However, there can be chances that Allen company might have capitalized some of the
expenses relating to the research nature. Impact on effects എന്തായിരിക്കും? Which may result in overstated intangible asset and understated expenses. അവിടെ intangible asset എന്ന് പറയുമ്പോൾ ഏതാണെന്നുള്ളത് തന്നെ പറയാം. It may lead to overstatement of development expenditure and understated research expenses എന്നുള്ളത് തന്നെ പറയാം. അപ്പൊ അതാണ് നമ്മുടെ സ്പെസിഫിക് ഇമ്പാക്ട് എന്ന് പറയുന്നത്. ഇത്ര എഴുതി കഴിയുമ്പോഴത്തേനും ആ റിസ്കിന്റെ പോർഷൻ കംപ്ലീറ്റ് ആയി. ഇനി അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? റെസ്പോൺസ് കൊടുക്കുക. റെസ്പോൺസ് കൊടുക്കുമ്പോൾ അവിടെ എപ്പോഴും എന്തുണ്ടാവണം? ഒരു പ്രൊസീജിയർ പാർട്ട് ഉണ്ടാവണം. നമുക്ക് വേണ്ട ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണോ ആ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണെന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് പറയണം. പ്ലസ് നമ്മൾ എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണ് പ്രൊസീജിയർ പെർഫോം ചെയ്യുന്നത്, ആ പേർപ്പസ് എന്താണെന്നുള്ളത് പറയണം. ഈ 3 എലമെന്റ് വന്നാൽ മാത്രമായിരിക്കും നമുക്ക് റെസ്പോൺസസ് കംപ്ലീറ്റ് ആവുക. അപ്പം ആസ് എൻ ഓഡിറ്റ് നമ്മൾ ചെയ്യേണ്ട പ്രൊസീജിയർ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറയാം. നമുക്ക് അവിടെ വേണ്ട റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണെന്നുള്ളത് പറയാം. എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഈ പ്രൊസീജിയർ പെർഫോം ചെയ്യുന്നത്, ആ പേർപ്പസ് എന്താണെന്നുള്ളത് നമ്മൾ ക്ലിയർലി എന്ത് ചെയ്യണം? ഡിഫൈൻ ചെയ്യുന്നുണ്ടാവണം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ എഴുതിയേക്കുന്നതാണ് പ്രൊസീജിയർ എന്ന് പറയുക. എഗ്രി, അനലൈസ്, അസർട്ടൈൻ, അസസ്, കമ്പയർ, കൺസിഡർ, എൻക്വയർ, എൻഷുർ, എക്സാമിൻ, ഇൻസ്പെക്ട്, മോണിറ്റർ, ഒബ്സർവ്, ഒബ്റ്റെയിൻ, റീകാൽക്കുലേറ്റ്, റീപെർഫോം, റീകൺസൈൽ, സ്ക്രൂട്ടനൈസ്, വെരിഫൈ, വൗച്ച് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ എഴുതിയേക്കുന്ന ഇത്തരത്തിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക. വിൽ കോൾ ഇറ്റ് ആസ് എ പ്രൊസീജിയർ. അപ്പം ഇവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഈ പറയുന്ന പ്രൊഫഷണൽ വേർഡ്സ് തന്നെ യൂസ് ചെയ്യുക. ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ വെച്ചിട്ടും, ഒരിക്കലും റീഡ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉള്ള ടൈം നമ്മൾ യൂസ് ചെയ്യില്ല. റീഡ് ദ ഇൻവോയ്സസ് നമ്മൾ പറയില്ല. വി വിൽ ഓൾവേസ് കോൾ ഫോർ ഇൻസ്പെക്ഷൻ ഓഫ് ദി ഡോക്യുമെന്റ്സ് ആയിരിക്കും നമ്മൾ പറയാം. അപ്പൊ ഇൻസ്പെക്ട് വേണം പറയാൻ, അല്ലെങ്കിൽ റിവ്യൂ പറയാം, അല്ലെങ്കിൽ എക്സാമിൻ പറയാം. അതേപോലെ തന്നെ ആസ്ക് എന്നുള്ള ടേം യൂസ് ചെയ്യാൻ പാടില്ല. പകരം ഡിസ്കസ് പറയാം, അല്ലെങ്കിൽ എൻക്വയർ പറയാം. ഓൺഗോയിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അത് കണ്ട് മനസ്സിലാക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ യു കൻ ഓൾവേസ് യൂസ് എ ടേം മോണിറ്റർ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒബ്സർവ് എന്നുള്ള ടേം യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള ടേംസ് തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പം അത് നമ്മൾ പറഞ്ഞ് അവിടെ എപ്പോഴും ഒരു പ്രൊസീജിയർ ഉണ്ടാവണം. ഇനി ആ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് വേണ്ട ഡോക്യുമെന്റ് അല്ലെ ഇൻഫർമേഷൻ എന്താണോ ആ ഡോക്യുമെന്റ് അല്ലെ ഇൻഫർമേഷൻ എന്താണെന്നുള്ളത് നമ്മൾ പറയാം. അതായത് ഇപ്പൊ ഈ ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം എക്സ്പെൻസ് എങ്ങനെ ക്ലാസിഫൈ ചെയ്തെന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ നമുക്ക് എന്തായിരിക്കും വേണ്ടത്? കമ്പനി എത്രയാണ് ടോട്ടൽ സ്പെൻഡ് ചെയ്ത് അതിന്റെ ബ്രേക്ക് ഡൗൺ ആയിരിക്കും നമുക്ക് വേണ്ടി വരിക. അപ്പൊ അതാണ് നമുക്ക് വേണ്ട ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ആൻഡ് പേർപ്പസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്താണോ റിസ്ക്, ആ റിസ്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പേർപ്പസ് എന്ന് പറയാം. അപ്പൊ എപ്പോഴും പർപ്പസ് ഒരിക്കലും നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റില്ല. നിങ്ങൾ എന്താണ് എഴുതുന്ന റിസ്ക്, അതിനെ ബേസ് ചെയ്താണ് പേർപ്പസ് പറയുന്നത്. ഇവിടുത്തെ നിങ്ങളുടെ റിസ്ക് എന്തായിരുന്നു? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് പ്രോപ്പർലി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ളതായിരുന്നു റിസ്ക്. അപ്പൊ നിങ്ങൾക്ക് അറിയേണ്ട പർപ്പസ് എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് പ്രോപ്പർലി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടോ എന്നാണ് അറിയേണ്ടത്. അപ്പൊ നിങ്ങൾ അവിടെ എന്ത് പറയാം? പ്രൊസീജിയർ പറയാം. ഒപ്റ്റെയിൻ എന്ന് പറഞ്ഞു. നമുക്ക് എന്താ ഡോക്യുമെന്റ് വേണ്ടേ, അല്ലെങ്കിൽ ഇൻഫർമേഷൻ വേണ്ടേ? ബ്രേക്ക് ഡൗൺ ഓഫ് എമൗണ്ട് സ്പെൻഡ് ഓൺ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാ? അത് പ്രോപ്പർലി എഫ്എസിന്റെ അത് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഒപ്റ്റെയിൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് 10 million ആണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നുണ്ടെങ്കിൽ 10 million സ്പെൻഡ് ഓൺ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. And review the split between expenses to confirm whether it has been properly classified in the financial statements as per IAS 38 intangible assets. അപ്പോൾ നമ്മൾ പ്രൊസീജിയർ പറഞ്ഞു ഒപ്റ്റെയിൻ. നമുക്ക് വേണ്ട ഡോക്യുമെന്റ് എന്താ? ബ്രേക്ക് ഡൗൺ ഓഫ് 10 million സ്പെൻഡ് ഓൺ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. എന്തിനു വേണ്ടിയിട്ടാ? അത് പ്രോപ്പർലി സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടോ, എന്നിട്ട് അത് അപ്രോപ്രിയറ്റ്ലി ഇൻ അക്കോർഡൻസ് വിത്ത് IAS 38 ഇൻടാഞ്ചിബിൾ അസറ്റ് തന്നെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക പർപ്പസ് എന്ന് പറയാം. സോ ഈ രീതിയിലായിരിക്കും നമ്മൾ റിസ്ക് ആൻഡ് റെസ്പോൺസ് എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിന് അവിടെ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ പറഞ്ഞ രീതിയിൽ തന്നെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ദ ഓഡിറ്റേഴ്സ് റെസ്പോൺസ് ആൻഡ് നോട്ട് ദ മാനേജ്മെന്റ് റെസ്പോൺസ്. അപ്പോൾ നമ്മൾ റെസ്പോൺസ് എഴുതുമ്പോഴും എപ്പോഴും ഓഡിറ്ററിന്റെ സൈഡിൽ നിന്ന് വേണം റെസ്പോൺസസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയോ? ഇസ് എ ക്ലിയർ എവരിവൺ? ഓക്കെ. അപ്പൊ ഇന്നത്തേക്കുള്ളൊരു ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഹോംവർക്ക് ആണ്. സോ ഐ വിൽ ഷെയർ ദ നോട്ട്സ് വിത്ത് ദ അതർ ഗ്രൂപ്പ്സ് ആസ് വെൽ. So audit risk and response, we have discussed some set of sample points which were around 25 points. So ഈ 25 points നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും ഈ പോയിന്റ്സ് ഇതേപോലെ തന്നെ കൊണ്ട് എഴുതി വെക്കാൻ പാടില്ല, ആൻസേഴ്സ് നള്ളിഫൈഡ് ആവും. ബട്ട് ഈ പോയിന്റ്സ് വായിച്ച് നോക്കുക. ഓൾമോസ്റ്റ് ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള റിസ്കുകളൊക്കെ തന്നെയാണ് എപ്പോഴും നമ്മളോട് ചോദിക്കാറുള്ളത്. സോ ഇതിൻ്റെ അകത്തുനിന്ന് ആ ഒരു ഐഡിയ എടുത്ത് അത് ഇൻസ്പയർഡ് ആയിട്ട് നിങ്ങൾക്ക് ആൻസേഴ്സ് എഴുതാം, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ തിങ്ക് ചെയ്തിട്ട് ആൻസേഴ്സ് എഴുതാം. ഒരു കാരണവശാലും ഇത് തന്നെ കൊണ്ടുപോയിട്ട് എഴുതി വെക്കരുത്. അപ്പൊ എല്ലാവരും ഇന്ന് തന്നെ ഈ 25 പോയിന്റ്സും വായിക്കണം കേട്ടോ. ഓക്കെ. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാൻ ഒരുപാട് വട്ടം ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്,
IAS 38 ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇൻ അക്കോർഡൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ് പറഞ്ഞ് എഴുതി പോയാൽ മതി. നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് നെയിം ആൻഡ് നമ്പർ അറിയാമെങ്കിൽ മാത്രം അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്താൽ മതി. ഇപ്പോൾ സ്റ്റാൻഡേർഡ് നെയിം ആൻഡ് നമ്പർ മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ മാർക്ക് പോവില്ല. ഒരു കാരണവശാലും IAS 38 PP എന്ന് പറഞ്ഞ് എഴുതി വെക്കരുത്. അറിയാമെങ്കിൽ മാത്രമേ എഴുതാവുള്ളൂ. സോ എപ്പോഴും അത് നോക്കിയിട്ട് എഴുതുക. അതേപോലെ തന്നെ ഇപ്പം അത് അറിയില്ല എന്നുള്ള ബേസിസ് കൺസേൺഡ് ആയിട്ട് നിൽക്കരുത്. ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ബീങ് ആൻ ഇഷ്യൂ. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന സ്റ്റാൻഡേർഡിന്റെ നെയിം ആൻഡ് നമ്പർ മാത്രം എഴുതിയാൽ മതി. അറിയില്ലെങ്കിൽ ജസ്റ്റ് എഴുതുക ആസ് പെർ സ്റ്റാൻഡേർഡ്സ്. ക്ലിയർ ആയോ? Sir, what about auditing standards? It's common for both auditing and accounting standards and not just for the paper Okay. AA, for every paper in your HCA studies. ഇപ്പൊ AAA ആണെങ്കിലും SBR ആണെങ്കിലും ഒന്നിലും നമുക്ക് സ്റ്റാൻഡേർഡ് നെയിം ആൻഡ് നമ്പറിന്റെ ആവശ്യമില്ല. ഓക്കെ, Okay. alright. And ACC will always give importance for the content and not for the standard name and number definition. അതിനൊന്നിനും ACC ഒരിക്കലും ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. നിങ്ങൾക്ക് അറിയാവുന്ന ഓൺ വേർഡ്സിൽ എഴുതിയാൽ മതി. ബട്ട് ദേ ഹാവ് ടു ബി ആഡിക്വേറ്റ് പോയിന്റ്സ്. നമ്മുടെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ടാവണം. വാലിഡ് പോയിന്റ്സ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താ? ദർ ഷുഡ് ബി പ്രോപ്പർ ഐഡന്റിഫിക്കേഷൻ ഓഫ് റിസ്ക്, എക്സ്പ്ലനേഷൻ ഉണ്ടാവണം, ഇമ്പാക്ട് ഓൺ എഫേഴ്സ് ഉണ്ടാവണം. ആൻഡ് റെസ്പോൺസ് ചെയ്യുന്ന സമയത്ത് ദർ ഷുഡ് ബി പ്രൊസീജിയർ, പ്രോപ്പർ ഡോക്യുമെന്റ് ഇൻഫർമേഷൻ ആൻഡ് പേർപ്പസ്. ക്ലിയർ ആയോ? ഓക്കെ. ആൻഡ് ഇവിടെ എപ്പോഴും എക്സാമിനർ പറയാറുള്ള ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഫസ്റ്റ് ഓഫ് ഓൾ എപ്പോഴും റിസ്ക് എഴുതുമ്പോൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് കാണണമെന്ന് നിർബന്ധമുണ്ടോ? ഉണ്ടോ? റിസ്കിൽ ഇല്ല. എപ്പോഴും അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഉണ്ടാവണം നിർബന്ധമുണ്ടോ? ഇല്ല. റിസ്ക് ചിലപ്പോൾ ജനറൽ ആയിട്ടുള്ള റിസ്ക് ആവാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളോട് പറഞ്ഞു കമ്പനി പ്രോഫിറ്റിന്റെ ബേസിസിലാണ് ബോണസ് ഡയറക്ടേഴ്സിന് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ അവിടെ നമുക്ക് റിസ്ക് പറയാൻ പറ്റും, പക്ഷെ അവിടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഒന്നുമില്ല. അവിടെ നമ്മൾ എന്തായിരിക്കും പറയാ? പ്രോഫിറ്റിന്റെ ബേസിസിലാണ് ഡയറക്ടേഴ്സിന് ബോണസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡയറക്ടേഴ്സ് എന്തായിരിക്കും? മോട്ടിവേറ്റഡ് ആയിരിക്കും ഇന്റൻഷനലി കമ്പനിയുടെ പ്രോഫിറ്റ് ഓവർ സ്റ്റേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട്, ടു ഗെറ്റ് ഹയർ എമൗണ്ട് ഓഫ് ബോണസ് പേ ഔട്ട് ഡ്യൂ ടു വിച്ച് പ്രോഫിറ്റ് ഓഫ് ദി കമ്പനി മൈറ്റ് ഹാവ് ബീൻ ഓവർ സ്റ്റേറ്റഡ്. അതായിരിക്കും നമ്മൾ റിസ്ക് പറയാം. അപ്പൊ റിസ്കിന്റെ കേസിൽ എപ്പോഴും അവിടെ എന്തുണ്ടാവണം നിർബന്ധമില്ല. അവിടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ജനറൽ ആയിട്ടുള്ള റിസ്ക്കും ആവാം. അപ്പൊ അവിടെ നിങ്ങൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പറയേണ്ട ആവശ്യമില്ല. പകരം അവിടെ എന്താണ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്നുള്ളത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രം മതി. അതുപോലെ തന്നെ ഈ റെസ്പോൺസ് എഴുതുന്ന സമയത്തും എപ്പോഴും അവിടെയും ഒരു പ്രൊസീജിയർ കാണണം നിർബന്ധമില്ല. ചിലപ്പം ഓഡിറ്റ് ടീം എടുക്കേണ്ട ഒരു ആക്ഷൻ ആയിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതി വെക്കാം, ഓഡിറ്റേഴ്സ് റെസ്പോൺസ് എന്ന് പറയുന്നത് എപ്പോഴും പ്രൊസീജിയർ പ്ലസ് ഡോക്യുമെന്റ് ഓർ ഇൻഫർമേഷൻ പ്ലസ് പേർപ്പസ് എന്നുള്ളത് പറയുന്നില്ല. നമ്മുടെ ഓഡിറ്റേഴ്സ് എടുക്കുന്ന ആക്ഷനും ആവാം നമ്മുടെ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയാം. നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു റിസ്ക് ആണ് ന്യൂ ഓഡിറ്റ് ക്ലയന്റ് എന്നുള്ളത്, അല്ലേ? ഇപ്പൊ ന്യൂ ഓഡിറ്റ് ക്ലയന്റ് എന്ന് പറയുന്ന റിസ്കിന്റെ കേസ് നമ്മൾ പറയാറുണ്ട്. പുതിയ ഓഡിറ്റ് ക്ലയന്റ് ആകുമ്പോൾ നമ്മൾ അവരുടെ ട്രാൻസാക്ഷൻ അക്കൗണ്ടിങ് പോളിസീസോ ബാലൻസസോ ഒന്നും അവർക്ക് ഫെമിലിയർ ആയിരിക്കില്ല. അത് കാരണം കൊണ്ട് ഡിറ്റക്ഷൻ റിസ്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആസ് വി ആർ നോട്ട് ഏബിൾ ടു ഒബ്റ്റെയിൻ സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് എന്നുള്ള റിസ്ക് നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതിന്റെ റെസ്പോൺസ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മളവിടെ ഒരു പ്രൊസീജിയർ എഴുതാറുണ്ടോ? ഇല്ല. പകരം ഓഡിറ്റ് ടീം എന്ത് ആക്ഷൻ എടുക്കണം നമ്മൾ പറയില്ല. നമ്മൾ പറയില്ല, ഓഡിറ്റ് ടീം ഒരു സ്യൂട്ടബിളി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എൻഗേജ്മെന്റ് ടീമിനെ തന്നെ യൂസ് ചെയ്യണം. അവർ സഫീഷ്യന്റ് ടൈം അലോക്കേറ്റ് ചെയ്യണം എന്റിറ്റിനെ കുറിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും റിസ്ക് ഓഫ് മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനും എന്നുള്ളതാണ് നമ്മൾ റിസ്ക് റെസ്പോൺസ് കൊടുക്കൽ. അപ്പൊ അങ്ങനെയാവാം. മനസ്സിലായോ? അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മൾട്ടിപ്പിൾ ഇൻവെന്ററി സൈറ്റ് ഉണ്ട്, എല്ലായിടത്തും ഒരേ ദിവസമാണ് കൗണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളവിടെ റിസ്ക് പറയാറുള്ളത് എന്താ? ഓഡിറ്റർക്ക് എല്ലാ കൗണ്ടിനും ഒരേ സമയം എത്താൻ പറ്റൂല, അത് കാരണം കൊണ്ട് ഡിറ്റക്ഷൻ റിസ്ക് ഉണ്ടാവും എന്ന് പറയും. അപ്പൊ അവിടെയും നമ്മൾ ഓഡിറ്റർ എടുക്കേണ്ട ആക്ഷനാ പറയാം. ഓഡിറ്റർ ആദ്യം ഏത് വെയർ ഹൗസിൽ പോകണം എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യണം. അതൊന്നെങ്കിൽ ഇൻവെന്ററിയുടെ സൈസ് വെച്ചിട്ട് നമുക്ക് പോവാം, അതായത് വാല്യൂ ഓഫ് ഇൻവെന്ററി വെച്ചിട്ട്, അല്ലെങ്കിൽ പ്രീവിയസ്ലി മിസ്റ്റേറ്റ്മെന്റ്സ് ആണ് ഉള്ളത്, അവിടെ കൂടുതൽ മിസ്റ്റേക്സ് ഉള്ള സ്ഥലത്ത് പോകാൻ നമ്മൾ പറയും. സോ അങ്ങനെയുള്ള ആക്ഷനെ കുറിച്ച് പറഞ്ഞാലും മതി. ഇറ്റ് ഈസ് നോട്ട് നെസസറിലി ജസ്റ്റ് ദ പ്രൊസീജിയർ, ഇറ്റ് ക്യാൻ ഓൾസോ ബി ഓഡിറ്റേഴ്സ് ആക്ഷൻ. ക്ലിയർ ആയോ? ഇസ് എ ക്ലിയർ എവരിവൺ? Yes, sir. ഓക്കെ, ഫൈൻ. അപ്പൊ ഇങ്ങനെയായിരുന്നു നമ്മൾ റിസ്ക്കും റെസ്പോൺസും ജനറൽ ആയിട്ടുള്ള ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പുറമെ നമ്മൾ മറ്റൊരു കാര്യം കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? We have also studied about the analytical procedures. So analytical procedures by which mainly നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു? റേഷ്യോ കമ്പ്യൂട്ടേഷൻ ആയിരുന്നു നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലേ? കോമൺ ആയിട്ടുള്ള കുറച്ച് റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ജനറലി നമ്മൾ ചെയ്യാറുള്ള റേഷ്യോസ് ഏതൊക്കെയായിരുന്നു? Gross profit margin. മാർജിൻ നമ്മൾ ചെയ്യും. പിന്നെ Receivable days. Receivables day. ഓക്കെ, അതിന് പുറമെ ഇതിന് കൂടെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള OP മാർജിൻ ഉണ്ടാവും. Then Inventory നമുക്ക് day. ഇതൊക്കെ ഉണ്ടാവും. ഇൻവെന്ററി ഡേയ്സ് ഉണ്ടാവും. Collection. Receivable days. ഓക്കെ. എപ്പോഴും
ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്യണമെന്നില്ല കേട്ടോ. ടേൺ ഓവർ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മാത്രം ഇൻവെന്ററി ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ജനറൽ ആയിട്ട് ഡേയ്സ് തന്നെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. കൂടുതൽ നിങ്ങൾക്ക് തരുന്നുണ്ടാവും ഡേയ്സ് ആയിരുന്നായിരിക്കും. അതേപോലെ തന്നെ നമ്മളോട് എന്തും ചോദിക്കുന്നുണ്ടാവും, Receivable collection. റിസീവബിൾസ് ഡേയ്സും ചോദിക്കുന്നുണ്ടാവും. ഒന്നെങ്കിൽ നിങ്ങളോട് അത് ചോദിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് ഡയറക്ട്ലി കാൽക്കുലേറ്റ് ചെയ്യാം. സോ സെയിം as that പേയബിൾസ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഇതൊക്കെയാണ് ജനറലി നിങ്ങളോട് ചോദിക്കാറുള്ളത്. ഇനി ഇതിന് പുറമെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബാക്കിയുള്ള ഏതൊക്കെയാണ് റേഷ്യോസ് വേണ്ടത് അതൊക്കെ ചെയ്തു പോകാം. കറണ്ട് റേഷ്യോ ചെയ്യാം, ക്യുക്ക് റേഷ്യോ ചെയ്യാം, ഇൻട്രസ്റ്റ് കവർ റേഷ്യോ ചെയ്യാം, ഗിയറിംഗ് ചെയ്യാം, അങ്ങനെയുള്ളതെല്ലാം ചെയ്തു പോവാം. ഇപ്പം ഇവിടെ നമ്മൾ പറഞ്ഞു, ഇവിടെ നമ്മൾ ചെയ്യണ സമയത്ത് നിങ്ങളോട് കറണ്ട് ഇയർലിയും അതേപോലെ തന്നെ എന്തും ചോദിക്കുന്നുണ്ടാവും, പ്രീവിയസ് ഇയർലിയും നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവും. സോ യു ഹാവ് ടു കാൽക്കുലേറ്റ് ബോത്ത് ദ കറണ്ട് ഇയർ ആസ് വെൽ ആസ് ദ പ്രീവിയസ് ഇയർ റേഷ്യോസ്. അപ്പൊ നമുക്ക് ആ കറണ്ട് ഇയർ ആൻഡ് പ്രീവിയസ് ഇയർ റേഷ്യോസിനകത്തുള്ള ഫ്ലക്ച്വേഷൻസ് നോക്കിയിട്ടായിരിക്കും നമ്മൾ റിസ്ക് എഴുതുന്നുണ്ടാവുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കറണ്ട് ഇയറിൽ 20% ആണ് ജി പി മാർജിൻ എന്ന് പറയുന്നത്, ആൻഡ് പ്രീവിയസ് ഇയറിൽ ഇറ്റ് വാസ് 16%. ഓക്കെ, സോ ഈ ഒ പി മാർജിൻ എന്ന് പറയുന്നത് കറണ്ട് ഇയറിൽ 18% ആണ്, ആൻഡ് കൺസിഡർ ദാറ്റ് ഫോർ ദ പ്രീവിയസ് ഇയർ ഇറ്റ് വാസ് 16%, അല്ലെങ്കിൽ വേണ്ട ഒരു 14%. ഓക്കെ, സെയിം as ദാറ്റ് ഇൻവെന്ററി ഡേയ്സ് എന്ന് പറയുന്നത് ഈ പ്രാവശ്യം ഒരു 80 ഡേയ്സ് ആണ്, ആൻഡ് പ്രീവിയസ് ഇയറിൽ കൺസിഡർ ദാറ്റ് ഇറ്റ് ഈസ് ഇറ്റ് വാസ് 60 days. Okay, and same about the both other ratios as well. So ഇവിടെയും സെയിം ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, സോ നമ്മൾ പറഞ്ഞിരുന്നു ജി പി മാർജിൻ ഒ പി മാർജിൻ തമ്മിൽ ഇങ്ങനെയുള്ള ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ് വരുന്നെങ്കിൽ, വിച്ച് മീൻസ് ഇഫ് ബോത്ത് ആർ ഇൻക്രീസിങ് ദർ ഇസ് നോ ഇഷ്യൂസ്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു റിസ്ക് ആയിട്ട് പറയാനല്ലേ, ഓർ ഇഫ് ബോത്ത് ആർ ഡിക്രീസിങ് ഓൾസോ അവിടെ നമ്മൾ റിസ്ക് ഒരുപാട് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ദാറ്റ് ഈസ് സംതിങ് കോൾഡ് ഡയറക്റ്റ് റിലേഷൻ. ബട്ട് നമ്മളിവിടെ എപ്പോഴും പറയുന്നുണ്ടാവും എന്തിനെ കുറിച്ചായിരിക്കും, ഇൻവേഴ്സ് റിലേഷനെ കുറിച്ചായിരിക്കും. വിച്ച് മീൻസ് ജി പി മാർജിൻ എന്ത് ചെയ്തു, കൂടി, ഒ പി മാർജിൻ എന്തായി, കുറഞ്ഞു. സോ ജി പി മാർജിൻ കൂടുകയും ഒ പി മാർജിൻ കുറയുകയും ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മളവിടെ റിസ്ക് എലമെന്റ് കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്ത് പറയും, ദ ക്യാൻ ബി ചാൻസസ് ഓഫ് ഹാവിംഗ് മിസ് ക്ലാസിഫിക്കേഷൻ ബിറ്റ്വീൻ എക്സ്പെൻസസ്. അപ്പം ജി പി മാർജിൻ കൂടണം എന്നുണ്ടെങ്കിൽ എന്ത് കൂടിയതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യും, കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി കൂടി, വിച്ച് മീൻസ് കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ത് ചെയ്തിട്ടുണ്ടാവും, അവിടെ കുറഞ്ഞിട്ടുണ്ടാവും. ഒ പി മാർജിൻ കുറയണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്താവും, കൂടും. സോ ജി പി മാർജിൻ കൂടി, ഒ പി മാർജിൻ കുറഞ്ഞു. സോ കോസ്റ്റ് ഓഫ് സെയിൽസ് കുറഞ്ഞു, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കൂടി. അവിടെ നമ്മൾ എന്തായിരുന്നു അസംഷൻ ഇടേണ്ടത്, കമ്പനി കോസ്റ്റ് ഓഫ് സെയിൽസിന്റെ അകത്ത് കാണിക്കേണ്ടിയ പല എക്സ്പെൻസുകളെയും എവിടെ കൊണ്ടേ കാണിച്ചിട്ടുണ്ടാവും നമ്മൾ അസ്യൂം ചെയ്യും, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിട്ടുണ്ടാവും എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. ഡ്യൂ ടു വിച്ച് നമ്മുടെ കോസ്റ്റ് ഓഫ് സെയിൽസ് എന്തായിരിക്കും, അണ്ടർസ്റ്റേറ്റഡ് ആയിരിക്കും, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്തായിരിക്കും, ഓവർസ്റ്റേറ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയായിരിക്കും നമ്മൾ പറയാനുണ്ടാവുക. നമ്മൾ ഇങ്ങനെ ആയിരിക്കും പറഞ്ഞു വെക്കുക, ദ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ഹാസ് ബീൻ increased from 16% to 20%, and operating profit margin has been decreased from 14% to 12%. Therefore, there can be chances of having misclassification between expenses. The expenses that need to be included within the cost of sales might have been misclassified into operating expense, leading to understated cost of sales and overstated operating expenses. ഇതായിരിക്കും നമ്മൾ പറയുന്ന റിസ്ക്. ഇനി അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു രണ്ടാമതായിട്ട് ഇൻവെന്ററി ഡേയ്സ് 60 days 80 days ആയി. അപ്പൊ അവിടെ നമ്മൾ ഇടുന്ന അസംഷൻ എന്തായിരുന്നു, ഇൻവെന്ററി ഡേയ്സ് എന്ന് പറയുന്നത് 60 days 80 days പോണ സമയത്ത് നമ്മൾ പറയും 60 days 80 days പോകുമ്പോഴത്തേനും ഇൻവെന്ററി എന്തായി, സ്ലോ മൂവിങ് ആയി, പതിയെ പതിയാണ് ഇൻവെന്ററി വിറ്റ് പോണത്. സോ സ്ലോ മൂവിങ് അല്ലെങ്കിൽ ഇൻവെന്ററി ഒബ്സലേറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഇറ്റ് നീഡ് ടു ബി റിട്ടൺ ഡൗൺ ടു ദ ലോവർ ഓഫ് കോസ്റ്റ് ഓഫ് NRV. റിസ്ക് എന്തായിരിക്കും, ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ ഇൻവെന്ററി എന്താവും, ഓവർസ്റ്റേറ്റഡ്. ഓക്കെ, അപ്പൊ അതാ നമ്മൾ പറയാം, ഇൻവെന്ററി ഡേയ്സ് ഹാസ് ബീൻ ഇൻക്രീസ് ഫ്രം 60 days to 80 days. Therefore, it represents that the inventory is slow moving or obsolete. Therefore, as per IAS 2 inventory should be written down to the lower of cost of NRV. If not, value of inventory will be overstated. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു റിസീവബിൾസ് ഡേയ്സ് കൂടുകയാണ്, 60 days 80 days ആയി. അപ്പൊ റിസീവബിൾസ് ഡേയ്സ് കൂടുന്ന സമയത്ത് അവിടെ നമ്മളോട് പറയാണ് റിസീവബിൾസിന്റെ ഡേയ്സ് കൂടുക എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ, നമുക്ക് റിസീവബിൾസ് കിട്ടാനായിട്ട് ഡിലേ ആവുന്നു, വിച്ച് മീൻസ് ദേ ക്യാൻ ബി ചാൻസസ് ഓഫ് ഹാവിംഗ് ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് ഫോർ ദ കമ്പനി. ഇൻ കേസ് ഓഫ് ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചിട്ടുള്ളത്
ഒന്നെങ്കിൽ Balance create. അലവൻസസ് ഫോർ റിസീവബിൾസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്സ് നമ്മൾ എന്ത് ചെയ്യണം, Write റൈറ്റ് off ഓഫ് ചെയ്യണം. numbers. റിസ്ക് എന്തായിരിക്കും? കമ്പനി ഇത് രണ്ടും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മുടെ റിസീവ്സ് എന്താവും? ഓവർ സ്റ്റേറ്റഡ് Post ആയിരിക്കും. ആൻഡ് അലവൻസസ് എന്തായിരിക്കും? അണ്ടർ സ്റ്റേറ്റഡ്. understatement. ഇതായിരിക്കും നമ്മൾ പറയാം. സോ റിസീവബിൾസ് ഹാസ് ബീൻ ഇൻക്രീസ് ഫ്രം 60 days to 80 days. Therefore, it shows the possibility of bad and doubtful debts for the company. Therefore, either allowances for receivables should be created, or the identified bad and doubtful debts should be written off from the financial statements. If not, the receivables will be overstated and the allowances will be understated. അപ്പൊ ഇതാണ് നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് പറയാൻ പറ്റുന്ന 3 റിസ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് പുറമെ നമുക്ക് അഡീഷണലി പേബിൾസ് ഡേയ്സിന്റെ കേസ് ഒക്കെ പറയാം. ബട്ട് അത് റെയർ കേസസിലാണ്. ഇപ്പൊ ക്വസ്റ്റനിൽ നിങ്ങളോട് പ്രത്യേകം എടുത്ത് പറയും കമ്പനിയുടെ സെയിൽസ് ഭയങ്കര കൂടുതലാണ്, എക്സ്പെൻസസ് കൂടിയിട്ടുണ്ടെന്ന് പറയും. എന്നിട്ട് പേബിൾസ് ഡേയ്സ് കുറഞ്ഞ പോലെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? കമ്പനി റവന്യൂവിനനുസരിച്ചുള്ള എല്ലാ എക്സ്പെൻസും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, കാണിച്ചിട്ടുണ്ടാവില്ല, ഇന്റൻഷനലി അണ്ടർസ്റ്റേറ്റഡ് ആയിരിക്കും എന്നുള്ള റിസ്ക് നിങ്ങൾക്ക് പറയാം. ഇനി അതല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞിരുന്നു, അഡ്വേഴ്സ് ആയിട്ടുള്ള എല്ലാ റേഷ്യോസും പിക്ക് ചെയ്യുക. അതായത് നമ്മൾ പറഞ്ഞു ജി പി മാർജിനും ഒ പി മാർജിനും കൂടുന്നതാണ് നല്ലത്, അത് കുറയുന്ന സിറ്റുവേഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഇൻവെന്ററിയും റിസീവബിൾസും പേയബിൾസും എപ്പോഴും കുറയുന്നതാണ് നല്ലത്, അത് കൂടുന്നുണ്ടോ എന്ന് നോക്കുക. കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, ഇൻട്രസ്റ്റ് കവർ റേഷ്യോ എപ്പോഴും കൂടണം, അത് കുറയുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഗിയറിംഗ് കൂടുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയുള്ള അഡ്വേഴ്സ് റേഷ്യോസ് പിക്ക് ചെയ്യുക. എന്നാൽ എല്ലാ അഡ്വേഴ്സ് റേഷ്യോസും കൂടെ പിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു കോമൺ ആയിട്ടുള്ള റിസ്ക് പറയാം. എന്തായിരുന്നു റിസ്ക്? ഗോയിങ് കൺസേൺ റിലേറ്റഡ് അൺസർട്ടനിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് പറയാം. ആൻഡ് ഇൻ കേസ് ഓഫ് എനി അൺസർട്ടനിറ്റി ഇറ്റ് ഷുഡ് ബി ആഡിക്വേറ്റ്ലി ഡിസ്ക്ലോസ്ഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്തായിരിക്കും? There can be chances that proper disclosures might not have been given, due to which എന്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്? Material misstatements. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും ഡിസ്ക്ലോഷേഴ്സും മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു ജനറൽ റിസ്ക്കും കൂടെ നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ അവിടെ മൾട്ടിപ്പിൾ എലമെന്റ്സിൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ അത് പറയാവുള്ളൂ. 1-2 അഡ്വേഴ്സ് റേഷ്യോസ് കണ്ടിട്ട് അത് കയറി പറയരുത്. മൾട്ടിപ്പിൾ അഡ്വേഴ്സ് റേഷ്യോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇറ്റ് റെപ്രസെന്റ്സ് ദ പോസിബിലിറ്റി ഓഫ് ഹാവിംഗ് അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ which need to be adequately disclosed in the financial statements. But there can be chances that company might not have given proper disclosures, resulting in material misstatements in the disclosures to the financial statements. Okay, അല്ലേ? Yes, sir. ഓക്കെ. എടാ, നമ്മൾ പ്രത്യേക ഒരു കാര്യം പറഞ്ഞിരുന്നു ക്ലാസ്സിൽ, മൾട്ടിപ്പിൾ റിസ്കുകൾ സെയിം ഇമ്പാക്റ്റിലേക്കാണ് ലീഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ you should not mention it as separate risk. You should treat it only as a single risk. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റഡ് മാർക്ക് കിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങളോട് പറയുന്നുണ്ട് കമ്പനിയുടെ ഇൻവെന്ററി വാലുവേഷൻ എഫക്ട് ചെയ്യുന്ന എന്തോ ഒരു കാര്യത്തെക്കുറിച്ച്. ഫോർ എക്സാമ്പിൾ ഒരു ഫോൾട്ടി പ്രൊഡക്റ്റ് ഉണ്ട്, അത് കാരണം കൊണ്ട് ഇൻവെന്ററി ലോവർ ഓഫ് കോസ്റ്റ് ഓർ NRV റൈറ്റ് ഓഫ് ചെയ്യണം എന്നുള്ള റിസ്കിനെ കുറിച്ച് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ഇൻവെന്ററി ഡേയ്സും അഡ്വേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ അത് രണ്ടും ലീഡ് ചെയ്യുന്ന സെയിം ഇഷ്യൂ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അത് രണ്ടായിട്ട് എഴുതരുത്, ഒരുമിച്ച് എഴുതാവുള്ളൂ. നിങ്ങൾ അവിടെ എഴുതുമ്പോൾ എന്ത് എഴുതുക? There are faulty inventories held in the warehouse. In addition to which, inventory days has been increased from 60 days to 80 days. Therefore, there are slow moving and obsolete inventory in the warehouse എന്ന് പറഞ്ഞിട്ട് റിസ്ക് എഴുതി പോവുക. അതേപോലെ തന്നെ ഇഫ് സപ്പോസ് നമ്മളോട് ക്വസ്റ്റ്യൻ പറയാണ് കുറച്ച് കസ്റ്റമേഴ്സിന് ക്രെഡിറ്റ് വർത്തിനെസ് ഡൗട്ട് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് പോസിബിലിറ്റി ഓഫ് ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്സ് പറയുന്നുണ്ട്. ആൻഡ് റിസീവൽസ് ഡേയ്സും കൂടിയിട്ടുണ്ട്. എഗെയിൻ ഇതിന് 2 റിസ്ക് ആയിട്ട് എഴുതരുത്, സിംഗിൾ റിസ്ക് ആയിട്ട് എഴുതാവുള്ളൂ. അവിടെ നിങ്ങൾ എഴുതുക there are some concerns about credit worthiness of the customers and receivables days has been increased from 60 days to 80 days. എന്നൊരു ഒറ്റ റിസ്ക് ആയിട്ട് തന്നെ കമ്പൈൻ ചെയ്ത് എഴുതി പോവുക. അപ്പൊ അങ്ങനെ എഴുതി പോവുള്ളൂ, സെപ്പറേറ്റ് റിസ്ക് ആയിട്ട് കാണിക്കരുത്. ഓക്കെ. അപ്പൊ റിസ്കിന്റെ ഇമ്പാക്റ്റും എക്സ്പ്ലനേഷനും സെയിം ആണെന്നുണ്ടെങ്കിൽ കൺസിഡർ ഇറ്റ് ആസ് എ സിംഗിൾ റിസ്ക്, 2 സെപ്പറേറ്റ് റിസ്ക് ആയിട്ട് ട്രീറ്റ് ചെയ്യരുത്. അപ്പൊ ടോട്ടൽ അനലറ്റിക്കൽ പ്രൊസീജിയറിൽ നിന്ന് ജനറലി നമുക്ക് പിക്ക് ചെയ്യാറുള്ളത് 4 റിസ്ക് ആണ്. ഒന്ന് ജി പി മാർജിൻ, ഒ പി മാർജിൻ, ഇൻവേഴ്സ് റിലേഷൻ. 2 ഗോയിങ് കൺസേൺ അൺസർട്ടനിറ്റി, ഇൻവെന്ററി, റിസീവബിൾ. ഇതിൽ ഇൻവെന്ററിയും റിസീവബിളും എപ്പോഴും സിനാരിയോക്കകത്ത് കണക്ട് ചെയ്യാനുള്ള പോയിന്റ് 99% കേസിൽ ഉണ്ടാവും. അപ്പൊ കണക്ട് ചെയ്ത് തന്നെ എഴുതുക. സെപ്പറേറ്റ് ആയിട്ട് വേറെ ഒന്നും നോക്കാതെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന 2 കാര്യങ്ങളാണ് ഈ ജി പി മാർജിനും ഒ പി മാർജിൻ ഇൻവേഴ്സ് റിലേഷനും, അതേപോലെ തന്നെ ഗോയിങ് കൺസേൺ അൺസർട്ടനിറ്റിയും. ഇനി ഗോയിങ് കൺസേണിനെ കുറിച്ചും ചിലപ്പോൾ എന്തെങ്കിലും സിനാരിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഐഡന്റിഫിക്കേഷൻ പാർട്ടിലേക്ക് എടുത്തിട്ട് മാത്രം എക്സ്പ്ലെയിൻ ചെയ്ത് പോവുക. ദാറ്റ് ഈസ് വാട്ട് യു നീഡ് ടു കീപ് ഇൻ മൈൻഡ്. ക്ലിയർ ആയോ? Sir. Okay, fine. So this is what generally you need to consider while giving answers in relation to the audit risk questions. Okay അല്ലേ ഇത്രയും കാര്യങ്ങൾ? Yes, sir. Okay, fine. ഇനി ഒന്ന് നോക്കി. See,
നമ്മൾ ഇനി ഇപ്പൊ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം എക്സാമിനേഴ്സ് കമന്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് എക്സാമിനേഴ്സ് റിപ്പോർട്ടിൽ വന്നിട്ടുള്ള കമന്റ്സ് തന്നെ നമ്മൾ ഡീബ്രീഫ് ചെയ്ത് അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ യു നീഡ് ടു ഹാവ് എ പ്രോപ്പർ ഐഡിയ അബൌട്ട് ദിസ്. കാരണം എന്തായിരിക്കും, എക്സാമിനർ അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ അടുത്ത് നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങൾ ഓരോ ആൻസേഴ്സ് എഴുതുമ്പോൾ എന്ന് എക്സാമിനർ പറഞ്ഞേക്കുന്നതാണ് ഈ എക്സാമിനേഴ്സ് കമന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ യു നീഡ് ടു ഹാവ് പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദിസ്. കാരണം ഈ രീതി നമുക്ക് ആൻസേഴ്സ് എഴുതിയാൽ മാത്രമായിരിക്കും നമുക്ക് മാർക്ക് എക്സാമിനർ തരാനായിട്ട് വില്ലിങ് ആവുന്നുണ്ടാവുക. അപ്പം ഗ്രീൻ കമ്പനി എന്ന് പറയുന്ന ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് എക്സാമിനേഴ്സ് കമന്റ് ഇവിടെ തന്നിട്ടുള്ളത്. ആൻഡ് ദിസ് ഈസ് ദ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ അവൈലബിൾ ഇൻ അവർ 25-26 റിവിഷൻ കിറ്റ്. ആൻഡ് ദിസ് ഈസ് ദ സെയിം ക്വസ്റ്റ്യൻ വിച്ച് വി ആർ ഗോയിങ് ടു പ്രാക്ടീസ് ടുഡേ. അപ്പം നമ്മളോട് 8 ഓഡിറ്റ് റിസ്ക്കും ഓഡിറ്റേഴ്സ് റെസ്പോൺസും ആണ് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. സോ ഇവിടെ റിസ്ക് ആൻഡ് റെസ്പോൺസസ് ചോദിക്കുന്ന സമയത്ത് നിങ്ങളോട് ആൻസർ എഴുതാൻ പറഞ്ഞേക്കുന്ന മെത്തേഡാണിത്. ആദ്യമേ റിസ്ക് എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. അവിടെ നിങ്ങളോട് പറഞ്ഞു സിനാരിക്കകത്തുള്ള ഓഡിറ്റ് റിസ്ക് എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾ ക്ലിയർലി സ്റ്റേറ്റ് ചെയ്യുക. അതിനാണ് നിങ്ങൾക്ക് ഹാഫ് മാർക്ക് തരുന്നത്. ദെൻ ആ റിസ്ക് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ നിങ്ങളോട് പറഞ്ഞു ആ റിസ്ക് എന്തുകൊണ്ടാണ് റിസ്ക് ആവുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അതിനാണ് ഹാഫ് മാർക്ക്. അപ്പം റിസ്കിന്റെ എക്സ്പ്ലനേഷൻ എഴുതുന്ന സമയത്താണ് നമ്മൾ പറഞ്ഞത് അവിടെ നിങ്ങൾ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന്. പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഉള്ള കേസ് ആണെങ്കിൽ അവിടുത്തെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ളതും പറയണം. വാട്ട് വിൽ ഗോ റോങ്, എന്താണ് തെറ്റായിട്ട് സംഭവിക്കാൻ ചാൻസ് ഉള്ളതെന്നുള്ളതും പറയണം. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് ഇമ്പാക്ട് ഓൺ എഫേഴ്സും പറയണം. അപ്പം ആ ഐഡന്റിഫിക്കേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ ആണ് മൊത്തം 1 മാർക്ക് കിട്ടുക. ആൻഡ് ഈ റിസ്ക് എങ്ങനെയാണ് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ റിസ്ക് ഉണ്ടോ എന്ന് അറിയാൻ പറ്റുക എന്നുള്ള സ്റ്റെപ്പ് ഓഡിറ്റർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതിനാണ് നമുക്ക് 1 മാർക്ക് റെസ്പോൺസിന് വേണ്ടിയിട്ട് കിട്ടുന്നുണ്ടാവുക. അവിടെ എക്സാമിനർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അതായത് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യുന്ന സമയത്ത് കാണാറുള്ള കാര്യമാണ്, സിനാരിയോക്കകത്ത് എന്താണേലും നിങ്ങൾക്ക് ആഡിക്വേറ്റ് ആയിട്ട് വേണ്ട റിസ്കിനേക്കാളും കൂടുതൽ റിസ്ക് ഉണ്ടാവും. സോ വിച്ച് മീൻസ് 6 പോയിന്റ്സ് ആണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ എന്താണേലും അറ്റ്ലീസ്റ്റ് 8 പോയിന്റ്സ് എങ്കിലും ഉണ്ടാവും. അപ്പൊ നിങ്ങളോട് പറയാണ് സിനാരിയോക്കകത്ത് നിങ്ങൾക്ക് വേണ്ടതിനേക്കാളും കൂടുതൽ റിസ്ക് ഉണ്ടാവും. അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഏതൊക്കെ റിസ്ക് ആണോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അത് മാത്രം നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കി എടുത്താൽ മതി. ആൻഡ് നമ്മളോട് പറയുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ സിനാരിയോക്കകത്ത് നിന്ന് നോക്കുക എന്താണ് റിസ്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഫാക്ടർ എന്നുള്ളത്. സിനാരിയോ ഫുള്ളി വായിക്കണം, ഇൻക്ലൂഡിങ് ഓപ്പണിംഗ് പാരഗ്രാഫ് വായിച്ച് നോക്കണം. കാരണം നിങ്ങൾക്കറിയാം ന്യൂ ക്ലൈന്റ് ആണോ ന്യൂലി ലിസ്റ്റഡ് ആണോ എന്നുള്ളതൊക്കെ നമ്മളോട് പറയുന്നുണ്ടാവുക ഇൻട്രൊഡക്ടറി പാരഗ്രാഫിലാണ്, ഓപ്പണിംഗ് പാരഗ്രാഫിലാണ്. അതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് പാരഗ്രാഫ് എപ്പോഴും വായിക്കണം. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നിങ്ങൾ നേരെ സിനാരിയോക്ക് നിന്ന് റിസ്ക് ആയിട്ട് പിക്ക് ചെയ്യാൻ നോക്കണ്ട. സിനാരിയോ വായിക്കുക, അവിടെ ശരിക്കും വേണ്ട ട്രീറ്റ്മെന്റ് എന്താണെന്ന് ആലോചിച്ച് നോക്കുക. ഒന്നെങ്കിൽ അവർ ട്രീറ്റ്മെന്റ് ചെയ്തതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും, അതായിരിക്കും നമ്മൾ റിസ്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, എന്താ റിക്വയർഡ് ട്രീറ്റ്മെന്റ് എന്നുള്ള ആലോചിച്ച് നോക്കുക, അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് റിസ്ക് എപ്പോഴും എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഹൈലൈറ്റ് ടൂൾ യൂസ് ചെയ്യുക. അപ്പൊ തന്നെ അവിടെ 8 സ്ട്രോങ് റിസ്ക് ആണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ക്വസ്റ്റ്യനാണ് 8 റിസ്ക് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ റിസ്ക് അപ്പം തന്നെ റെലവെന്റ് ആയിട്ടുള്ളത് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ സെലക്ടഡ് പോയിന്റ് ആൻസർ ആയിട്ട് ഡ്രാഫ്റ്റ് ചെയ്ത് എഴുതി പോവുക. ഓക്കെ, ഇനി ഇവിടെ നോക്കി, നിങ്ങളോട് ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി പറയുന്നൊരു കാര്യമാണ്, ഫസ്റ്റ് ഡേ ഓഫ് ദി ക്ലാസ്സിൽ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യമായിരുന്നു. AA എന്ന് പറയുന്ന പ്രോപ്പർലി ചെയ്യണമെന്നുണ്ടെങ്കിൽ യു മസ്റ്റ് ഹാവ് പ്രോപ്പർലി ലേൺ ദ പേപ്പർ FR. സോ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പ്രോപ്പർലി അറിയാമെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓഡിറ്റ് റിസ്ക് പോലൊരു ക്വസ്റ്റ്യൻ AA എഴുതാൻ പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഓഡിറ്റ് റിസ്കിന്റെ ഏരിയാസ് ഡിസ്കസ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ സ്റ്റാൻഡേർഡ്സും ഡിസ്കസ് ചെയ്ത് പോയത്. അല്ലെങ്കിൽ സെപ്പറേറ്റ്ലി നമ്മൾ FRന്റെ തന്നെ സെഷൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആരെങ്കിലും FRൻ്റെതായിട്ടുള്ള റിവിഷൻ സെഷൻ AA വേണ്ടിയിട്ടുള്ളത് അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ സെഷൻ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലോ, പ്രോപ്പർലി ഇതിന് FRന്റെ സ്റ്റാൻഡേർഡ്സ് ഒന്ന് ക്വിക്ലി റിവൈസ് ചെയ്യുക. കാരണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ട്രീറ്റ്മെന്റ് അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് റിസ്ക് പ്രോപ്പർലി പിക്ക് ചെയ്യാൻ പറ്റൂല. ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റിൻ്റെ തന്നെ PPയുടെ ട്രീറ്റ്മെന്റ് ഉണ്ട്, ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ ട്രീറ്റ്മെന്റ് ഉണ്ട്, പ്രൊവിഷന്റെ ട്രീറ്റ്മെന്റ് ഉണ്ട്, ഇൻവെന്ററിയുടെ ട്രീറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഏതൊക്കെ സ്റ്റാൻഡേർഡ്സ് ആയി? PPയുടെ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ IAS 16 ആയി, IAS 38 വന്നിട്ടുണ്ട്, IAS 37 വന്നിട്ടുണ്ട്, IAS 2 വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞത് റെലവെന്റ് റിസ്ക്കും റെസ്പോൺസും പിക്ക് ചെയ്യണേ നമുക്ക് ഇമ്പോർട്ടൻ്റ്ലി FR അറിഞ്ഞിരിക്കണം. അപ്പൊ അത് പ്രോപ്പർലി റിവൈസ് ചെയ്യാം. ഇനി രണ്ടാമത് പറഞ്ഞേക്കുന്ന കാര്യമാണ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്. റിസ്കിന്റെ ക്വസ്റ്റ്യൻസ് ടാക്കിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ റേഷ്യോസ് അവർ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നുണ്ടാവും. അപ്പൊ അവിടെ നിങ്ങളോട് പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണിത്. കുറച്ച് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെ കാൻഡിഡേറ്റ് ഇമ്പോർട്ടൻ്റ്ലി നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2 കാര്യങ്ങൾ സെയിം റിസ്കിലേക്ക് തന്നെയാണ് ലീഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എഴുതിയ റിസ്കിന് മാത്രമേ മാർക്ക് കിട്ടുള്ളൂ, രണ്ടാമത് എഴുതിയതിന് മാർക്ക് കിട്ടില്ല, 1 സ്കോർ മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സെയിം റിസ്ക് ആൻഡ് റെസ്പോൺസ് ആണ് റിപ്പീറ്റ് ചെയ്ത് എഴുതരുത്. നിങ്ങൾ നോക്കുക സെയിം റിസ്ക് ആൻഡ് റെസ്പോൺസ് ആണോന്ന്, ആണെങ്കിൽ ഒറ്റ പ്രാവശ്യം മാത്രം എഴുതുക. അതേപോലെ തന്നെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങളോട് പറഞ്ഞേക്കാണ്, നോക്കിയേ
candidate need to state specific area of the financial statements impacted with the assertion, with reference to understatement or overstatement or misstatement, or with reference to inherent control or detection risk. Misstatement will only be awarded if this clear balance could be either be under or overstated. നിങ്ങളോട് പറയാണ്, ഇപ്പോൾ നിങ്ങൾ എപ്പോഴും ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് സ്പെസിഫിക് ആയിട്ടുള്ള ഇമ്പാക്ട് തന്നെ എഴുതണം. അതായത് ബാലൻസ് അണ്ടർസ്റ്റേറ്റഡ് ആയോ ഓവർ സ്റ്റേറ്റഡ് ആയോ എന്നുള്ളതിനെ എഴുതുക. അല്ലെങ്കിൽ അവരുടെ ഇൻഹെറന്റ് റിസ്ക് ആണോ കൺട്രോൾ റിസ്ക് ആണോ ഡിറ്റക്ഷൻ റിസ്ക് ആണോ എന്താണ് സ്പെസിഫിക് റിസ്ക് പറയേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് പറയാം. ഈ മിസ്റ്റേറ്റ്മെന്റ് അത് മാത്രം ജനറൽ ആയിട്ട് എഴുതി വെക്കരുത്. ആൻഡ് എഴുതി വെക്കാൻ പറ്റുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ നമുക്ക് ക്ലിയർലി ഡിസ്റ്റിങ്യൂഷ് ചെയ്യാൻ പറ്റില്ല അണ്ടർസ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഓവർ സ്റ്റേറ്റ്മെന്റ് ആണോ എന്നുള്ളത്. ബോത്ത് രീതിയിലും ഇഷ്യൂസ് വരാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മാത്രമേ മിസ്റ്റേറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ പറയാവുള്ളൂ. അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ഏത് ഏരിയയിലാണ് അക്കൗണ്ട്സിൽ സ്ട്രൈക്ക് ചെയ്യുന്നത് അത് തന്നെ പറയാനായിട്ട് നോക്കുക. അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അവിടെ സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയ ഏതാണോ അത് തന്നെയും പറയാൻ നോക്കുക. അതായത് ഇവിടെ പറഞ്ഞേക്കാൻ നോക്കി, ഇപ്പം നമ്മളോട് പറയാണ് ഇപ്പൊ പി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കേസ് പറയാം. അങ്ങനെയാണെങ്കിൽ ജനറൽ ആയിട്ട് അസറ്റ് കുഡ് ബി ഓവർ സ്റ്റേറ്റഡ് അല്ലെങ്കിൽ നോൺ കറന്റ് അസറ്റ് കുഡ് ബി ഓവർ സ്റ്റേറ്റഡ് എന്ന് പറഞ്ഞു വെക്കരുത്. പകരം എന്തിനെ പറയാം, പി വിൽ ബി ഓവർ സ്റ്റേറ്റഡ് എന്നുള്ളത് തന്നെ പറയാം. ഓക്കെ. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് അവർ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, ചില സിറ്റുവേഷൻസിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആയിരിക്കും സ്റ്റുഡൻസ് കൊടുക്കുന്നുണ്ടാവുക. ഇൻകറക്റ്റ് എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല എന്നവിടെ പറയാം. അവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേക്കുന്നതാണ്. ഇപ്പം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റിൻ്റെ അകത്ത് മേ ബി അഡ്വർടൈസിങ് എക്സ്പെൻഡിച്ചർ ക്യാപിറ്റലൈസ് ചെയ്തതിനെ കുറിച്ച് പറയുന്നുണ്ട്. അഡ്വർടൈസിങ് എക്സ്പെൻഡിച്ചർ നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇല്ല. അഡ്വർടൈസിങ് എക്സ്പെൻഡിച്ചർ ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുമോ? ഇല്ല. ഇല്ല. അത് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പെൻസ് ആയിട്ട് P&L ട്രീറ്റ് ചെയ്യണം. അപ്പൊ അവിടുത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് ശരിക്കും എന്താ, അഡ്വർടൈസിങ് എക്സ്പെൻഡിച്ചറിനെ ക്യാപിറ്റലൈസ് ചെയ്തു എന്നുള്ളതല്ലേ അവിടുത്തെ ഇഷ്യൂ അല്ലേ? അപ്പം നമ്മളോട് ഇവിടെ പറയാണ് ഈ അറ്റംപ്റ്റ് പക്ഷെ പല കുട്ടികളും ചെയ്തേക്കുന്നത് എന്താ, അഡ്വർടൈസിങ് എക്സ്പെൻഡിച്ചർ ക്യാപിറ്റലൈസ് ചെയ്തു എന്ന് എക്സാമിനർ പറഞ്ഞു. അപ്പൊ സ്റ്റുഡൻസ് അവിടെ എഴുതിയേക്കാണ് അങ്ങനെയാണെങ്കിൽ അത് അവൈലബിൾ ഫോർ യൂസ് ആവുന്ന അന്ന് തൊട്ട് അമോർട്ടൈസ് ചെയ്യണം എന്ന്. മാർക്ക് കിട്ടുമോ നമുക്ക്? ഇല്ല. അതാ പറഞ്ഞേക്കുന്നത്. കണ്ടോ, നമ്മളോട് ചോദിച്ചേക്കുന്ന അഡ്വർടൈസിങ് എക്സ്പെൻഡിച്ചർ ക്യാപിറ്റലൈസ് ചെയ്തു എന്നാണ്. അപ്പൊ നമുക്ക് FR-ലത്തുള്ള നോളജ് വേണം, അത് വെച്ച് നമ്മൾ പറയണം അഡ്വർടൈസിങ് എക്സ്പെൻഡിച്ചർ ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടില്ല എന്ന്. പക്ഷെ പാർഷ്യലി ഉള്ള നോളജ് വെച്ച് നമ്മൾ പറയാണ് ക്യാപിറ്റലൈസ് ചെയ്ത് അവിടെ നിന്നിട്ട് അമോർട്ടൈസ് ചെയ്യണം എന്ന്. ബട്ട് അതിന് മാർക്ക് കിട്ടില്ല എന്നാണ് എക്സാമിനർ പറയുന്നത്. ഇൻകറക്റ്റ് ട്രീറ്റ്മെന്റ് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. രണ്ടാമതായിട്ട് നിങ്ങളോട് പറയാണ് അവിടെ ഒരു ന്യൂ ലോൺ എടുത്തതിനെ കുറിച്ച് പറയുന്നുണ്ട് സിനാരിക്കകത്ത്. ഓക്കെ, അവരുടെ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണെന്ന് വെച്ചു. അങ്ങനെ അത് ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ലോൺ എടുത്തതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഒരു ന്യൂ ലോൺ എടുത്തു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അവിടെ പറയേണ്ട റിസ്ക് എന്താ? ജനറലി കറന്റും നോൺ കറന്റ് ലയബിലിറ്റി തമ്മിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടാവണം എന്നുള്ള റിസ്ക് നമുക്ക് പറയാം. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന റിസ്ക് എന്താ, ന്യൂ ലോണുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഇൻട്രസ്റ്റ് എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഫിനാൻസ് കോസ്റ്റ് കാണിക്കണം. അത് കാണിച്ചിട്ടുണ്ടാവില്ല, ഡ്യൂ ടു വിച്ച് ഫിനാൻസ് എക്സ്പെൻസ് വിൽ ബി അണ്ടർസ്റ്റേറ്റഡ് ആൻഡ് പ്രോഫിറ്റ് വിൽ ബി ഓവർ സ്റ്റേറ്റഡ് എന്നുള്ള റിസ്ക് നമുക്ക് പറയാം. പക്ഷെ എക്സാമ്പിൾ പറയുകയാണ് ചില കുട്ടികൾ അസ്യൂം ചെയ്ത് അവിടെ പറഞ്ഞേക്കാണ് അവിടെ കമ്പനി പുതിയ ലോൺ എടുത്തു. പുതിയ ലോൺ എടുത്തതിന് കാരണം എന്തായിരിക്കും, കമ്പനി ഗോയിങ് കൺസേൺ റിലേറ്റഡ് അൺസർട്ടനിറ്റി ഫേസ് ചെയ്യുന്നുണ്ടാവും, ഗോയിങ് കൺസേൺ റിസ്ക് ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ സിനാരിക്ക് അത് പറയാൻ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതാ പറഞ്ഞേക്കുന്നത്. അങ്ങനത്തെ സിറ്റുവേഷനിൽ നോ ക്രെഡിറ്റ് വാസ് അവോർഡഡ്, അവർ മാർക്ക് കൊടുക്കൂല. അപ്പൊ സിനാരിക്ക് അത് പറഞ്ഞേക്കുന്ന ഡേറ്റ വെച്ച് തന്നെ ആൻസർ എഴുതിയാലേ മാർക്ക് തരുള്ളൂ. ജനറൽ റിസ്കോ അസ്യൂംഡ് റിസ്കോ എഴുതിയാൽ മാർക്ക് തരില്ല. ക്ലിയർ ആയോ? ഓക്കെ. ഇനി റെസ്പോൺസ് എഴുതുന്നതിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. അവിടെ നിങ്ങളോട് പറയാണ് റിസ്ക് ഐഡന്റിഫൈ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ, റെസ്പോൺസ് കൊടുക്കുക എന്നുള്ളതാണ്. റെസ്പോൺസ് എപ്പോഴും പ്രാക്ടിക്കൽ ആയിട്ടുള്ള റെസ്പോൺസ് തന്നെ കൊടുക്കണം, ആ കോൺടാക്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ളത് തന്നെ കൊടുക്കണം. അവിടെ നിങ്ങളോട് പറയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓഡിറ്റർ എടുക്കേണ്ട റെസ്പോൺസിനെ കുറിച്ചാണ് പറയേണ്ടത്. മാനേജ്മെന്റ് എന്ത് ചെയ്യണം എന്നുള്ളതല്ല പറയേണ്ടത്. ഓക്കെ. അപ്പോൾ ഓഡിറ്റർ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് വേണം നമ്മളിവിടെ പറയാൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞേക്കുന്നത് നോക്കി, ഇപ്പൊ നിങ്ങളോട് പറയാണ് കമ്പനിയുടെ റിസീവബിൾസ് കളക്ഷൻ പീരീഡ് കൂടിയെന്ന്. അപ്പം റിസീവബിൾസ് കളക്ഷൻ പീരീഡ് കൂടി എന്ന് പറയുമ്പോൾ അവിടെ ഒരു പുതിയ ക്രെഡിറ്റ് കൺട്രോളർ റിക്രൂട്ട് ചെയ്യാനാണോ നമ്മൾ പറയേണ്ടത്? അല്ല. പകരം എന്താ, അവിടെ നമ്മൾ പോസ്റ്റ് ഇയർ ക്യാഷ് റെസിപ്റ്റ് ടെസ്റ്റിംഗ് നടത്തിയിട്ട് അവിടെ എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് കിട്ടാനുള്ളത് കിട്ടാതിരുന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അല്ലെങ്കിൽ ഓൾഡ് റിസീവബിൾസ് ലെഡ്ജർ എടുത്തിട്ട് അവിടെ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസസ് എത്ര നാളായിട്ട് ഡ്യൂ നിൽക്കുന്നു, അത് ബാഡ് ഡെപ്റ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ അത് നമ്മൾ പറഞ്ഞ് റിക്രൂട്ട് റീപ്ലേസ്മെന്റ് ക്രെഡിറ്റ് കൺട്രോൾ എന്നൊക്കെ നമ്മൾ പറയാറുള്ള എവിടെയാ, ഇന്റേണൽ കൺട്രോളിന്റെ ഡെഫിഷ്യൻസി ചോദിക്കുമ്പോൾ അതിന് റെക്കമെൻഡേഷൻ ആയിട്ടാണ് നമ്മൾ കൊടുക്കല്. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല. എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, ഓഡിറ്റർ എടുക്കേണ്ട റെസ്പോൺസ് തന്നെ പറയാം, മാനേജ്മെന്റ് ആക്ഷൻ കൊണ്ടുപോയി എഴുതി വെക്കരുത്, നമുക്ക് മാർക്ക് കിട്ടില്ല. അത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം, റെസ്പോൺസ് എപ്പോഴും പ്രൊസീജിയർ ആയിട്ട് തന്നെ എഴുതണം എന്ന് യാതൊരു നിർബന്ധമില്ല. പകരം എന്ത് ചെയ്താൽ മതി,
ഓഡിറ്റർ ഈ ഒരു പറയുന്ന റിസ്ക് എന്താണ്, അതിനെ എങ്ങനെ അഡ്രസ് ചെയ്യണം എന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രം മതി, യു വിൽ ഗെറ്റ് ദ മാർക്ക്. അതുപോലെ തന്നെ ഒരിക്കലും റെസ്പോൺസസ് വളരെ ബ്രീഫ് ആയിട്ട് എഴുതി വെക്കരുത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എഴുതിയേക്കാണ് ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള കേസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ റിസ്ക് പറഞ്ഞ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ളത്. റെസ്പോൺസ് ആയിട്ട് ഡിസ്കസ് വിത്ത് മാനേജ്മെന്റ് എന്ന് മാത്രം പറഞ്ഞ മാർക്ക് കിട്ടുമോ? ഇല്ല. അവിടെ നിങ്ങൾ എന്താ ഡിസ്കസ് ചെയ്യേണ്ടതെന്നുള്ളതും പറയണം, എന്തിനു വേണ്ടിയിട്ടാണ് ഡിസ്കസ് ചെയ്യേണ്ടതെന്നുള്ളതും പറയണം. ഓക്കെ. അതായത് ഇപ്പൊ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, റെസ്പോൺസ് എഴുതുന്ന സമയത്ത് ഈ പർപ്പസ് എഴുതാൻ വിട്ടുപോകും. അതായത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതി പോവാണ്, ഡിസ്കസ് വിത്ത് ദ കമ്പനി ലോയർ ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് വെദർ ദർ വിൽ ബി എ പ്രോബബിൾ ഫ്യൂച്ചർ ക്യാഷ് ഔട്ട്ഫ്ലോ ഫോർ ദ കമ്പനി. അത്ര മാത്രം എഴുതരുത്. ഇത് എന്തിനാണ് അറിയേണ്ടത്? ഇൻ ഓർഡർ ടു എൻഷുർ ദാറ്റ് കമ്പനി ക്രിയേറ്റ് ചെയ്തേക്കുന്ന പ്രൊവിഷൻ ആഡിക്വേറ്റ് ആണോ, റീസണബിൾ ആണോ. അപ്പോൾ ടു എൻഷുർ, ടു അണ്ടർസ്റ്റാൻഡ്, ടു കൺഫേം, ടു അസസ്, ആ ഒരു ടു എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് എപ്പോഴും ഉണ്ടാവണം. അത് നമ്മൾ പറഞ്ഞ പർപ്പസ് എപ്പോഴും ക്ലിയർലി ഡിഫൈൻഡ് ആയിരിക്കണം. അതേപോലെ തന്നെ റിലയബിലിറ്റി ഓഫ് ഓഡിറ്റ് എവിഡൻസും നിങ്ങൾ നോക്കുക. എല്ലായിടത്തും കൊണ്ടുപോയിട്ട് ഡിസ്കസ് വിത്ത് മാനേജ്മെന്റ് എന്ന് മാത്രം എഴുതരുത്. ഡോക്യുമെന്ററി എവിഡൻസിനാണ് എപ്പോഴും റിലയബിലിറ്റി ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും എന്ത് ചെയ്യുക, റിലയബിലിറ്റി കൂടുതലുള്ള എവിഡൻസ് എഴുതാൻ നോക്കുക. നമ്മൾ റിലയബിലിറ്റി ഓഫ് എവിഡൻസ് പഠിച്ചതാണ് ISA 500 അല്ലേ? റിട്ടൺ എവിഡൻസ് വിൽ ബി മോർ റിലയബിൾ ദാൻ ഓറൽ എവിഡൻസ്. Evidence obtained by the auditor will be more reliable than evidence provided by the client. External evidence will be more reliable than internal evidence. Original documents will be more reliable than photocopy. എന്നൊക്കെ പറഞ്ഞ് പഠിച്ച ഓർമ്മയുണ്ടോ? അപ്പൊ അതിനെ പറഞ്ഞ് അങ്ങനെയുള്ള റിലയബിലിറ്റി ഉള്ള എവിഡൻസ് കൂടുതൽ എഴുതാൻ നോക്ക്. എല്ലായിടത്തും കൊണ്ടുപോയിട്ട് എപ്പോഴും ഡിസ്കസ് എന്നുള്ളത് മാത്രം എഴുതരുത്. കൂടുതലും ഡിഫറെന്റ് പ്രൊസീജിയേഴ്സ് ചെയ്യാനായിട്ട് നോക്കുക. ആൻഡ് ഇതൊക്കെയാണ് നമുക്ക് അതർ ദാൻ ദ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നൈറ്റ് ഇലക്ട്രോണിക്സ്, ലാപ്പിസ്, മാക്പി, SK ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. ആൻഡ് ഈ എല്ലാ ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ ചെയ്തതുമാണ്. സോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് ദ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്രീൻ കമ്പനി. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ. അപ്പം നമ്മുടെ അടുത്ത് ഗ്രീൻ കമ്പനി എന്ന് പറയുന്ന ക്വസ്റ്റിനെ ബേസ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത് ആക്ച്വലി 8 ഓഡിറ്റ് റിസ്ക്കും 8 ഓഡിറ്റേഴ്സ് റെസ്പോൺസസുമാണ് ഫോർ 16 മാർക്സ്. സോ നമുക്ക് അവർ ഓൾറെഡി അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് റേഷ്യോസ് ആസച്ച് കാൽക്കുലേറ്റ് ചെയ്ത് തന്നിട്ടുമുണ്ട്. ഓക്കെ. സോ വിച്ച് ഈസ് ഈസി ഫോർ us. ബട്ട് ആക്ച്വലി തരാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കാൽക്കുലേഷനെ കൂടെ മാർക്ക് കിട്ടും. വിൽ ഗെറ്റ് 1 മാർക്ക് ഫോർ ഈച്ച് റേഷ്യോ. അതായത് ഹാഫ് മാർക്ക് ഈസ് ഫോർ ബോത്ത് ഇയേഴ്സ്. നമുക്കത് കിട്ടും. ഈസി മാർക്ക് ആയിരുന്നു. നമുക്കിവിടെ കിട്ടൂല, കാരണം തന്നിട്ടുള്ളതുകൊണ്ട്. ഞാൻ പ്രത്യേകം നിങ്ങളോട് പറയലുണ്ട്, ആവേശത്തിന് പുറത്ത് ഇഫ് അറ്റ് ഓൾ നിങ്ങളോട് റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാലും നേരെ കയറിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യരുത്. അത് നിങ്ങൾ സിനാരിയോ മൊത്തം വായിക്കുക. വായിച്ചതിന് ശേഷം മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യാവുള്ളൂ. കാരണം സിനാരിയോയ്ക്ക് അത് ചിലപ്പോൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും, റേഷ്യോസ് തന്നിട്ടുണ്ടാവും. തന്ന റേഷ്യോ തന്നെ നിങ്ങൾ വീണ്ടും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് കിട്ടുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് എപ്പോഴും റേഷ്യോസ് ഏതൊക്കെയാ തന്നേക്കുന്നത് നോക്കുക, എന്നിട്ട് മാത്രം കാൽക്കുലേഷനിലേക്ക് പോവാട്ടോ. ഓക്കെ. അപ്പം എല്ലാവരും വേഗം ഒരു കാര്യം ചെയ്തേ. നമുക്കിവിടെ GP മാർജിൻ തന്നിട്ടുണ്ട് 20% 26% ആയി. OP മാർജിൻ തന്നിട്ടുണ്ട് 11% 7% ആയി. റിസീവേഴ്സ് കളക്ഷൻ പീരീഡ് 28 ഡേയ്സ് കൂടിയിട്ടുണ്ട്. ഓക്കെ. അപ്പം ഈ ഒരു കാര്യം മൈൻഡിൽ വെച്ചു. ദെൻ നമുക്ക് മെയിൻ സിനാരിയോ എന്ന് പറയുന്നത് ഇത്രയാണുള്ളത്, വിച്ച് ഈസ് ആക്ച്വലി വെരി സിമ്പിൾ. നമ്മൾ ഇത്രയും നാളും പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരുപാട് പോയിന്റ്സ് നിങ്ങൾക്ക് റിപ്പീറ്റേഷൻ കാണാൻ പറ്റും. സോ ബൈ വിച്ച് യു ക്യാൻ ബി കോൺഫിഡൻറ്റ് ദാറ്റ് ഈ ഒരു പാറ്റേണിൽ തന്നെ നമുക്ക് റിപ്പീറ്റഡ് പോയിന്റ്സ് എക്സാമിന് വരാം. അപ്പം ഈ ഒരു സിനാരിയോ ഒന്ന് ക്വിക്ലി വായിച്ചു നോക്കൂ. ആൻഡ് പ്ലീസ് ഐഡന്റിഫൈ ഓൾ ദി റിസ്ക് ഫ്രം ദി സിനാരിയോ. സോ പ്ലീസ് സ്റ്റാർട്ട് വിത്ത് ഇറ്റ് എവരിവൺ. All right, so let's start with the case. So it is 1st July 2015. You are an audit supervisor with Thiel & Co, which has recently been appointed as an auditor to Green Company, and you are planning your first audit, which will be for the year ending 31st July 2015. Green Company sells a variety of plants, garden equipment, and garden furniture to wholesale customers and to retail customers via network of stores. The company was formed 13 years ago by Aidan White, who is the CEO and is company's only shareholder. Aidan is planning to retire within the next year and is intending to sell his shares in the company. So as of now, we have got an introductory paragraph. നമ്മളോട് പറഞ്ഞു 1st July 2015 ആണ്. എപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ആദ്യം വായിക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുക, മീനിങ് ഇന്റർപ്രിറ്റ് ചെയ്യുക, എന്നിട്ട് റിസ്ക് ആലോചിക്കുക. അപ്പൊ നമ്മളോട് പറഞ്ഞു നമ്മുടെ ഫേമിനെ അവർ റീസൺലി ആണ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ അവിടെ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളെയാണോ പുതുതായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്, ഫേമിനെയാണോ എന്നുള്ളത് നോക്കുക. ഇവിടെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് യു ആർ ആൻ ഓഡിറ്റ് സൂപ്പർവൈസർ വിത്ത് ടീൽ കമ്പനി. ആൻഡ് ടീൽ കമ്പനി ഏതാ? വിച്ച് ഹാസ് റീസൺലി ബീൻ അപ്പോയിന്റഡ് ആസ് ആൻ ഓഡിറ്റർ ടു ഗ്രീൻ കമ്പനി. അപ്പം ടീൽ കമ്പനിനെ പുതുതായിട്ടാണ് ഓഡിറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്തേക്കുന്നത്.
സോ ഇറ്റ്സ് എ ന്യൂ ഓഡിറ്റ് ക്ലയന്റ്. ആൻഡ് നിങ്ങളോട് പറഞ്ഞു ഗ്രീൻ കമ്പനി ഒരു വെറൈറ്റി ഓഫ് പ്ലാന്റ്സ്, ഗാർഡൻ എക്യുപ്മെന്റ്, ഗാർഡൻ ഫർണിച്ചർ ഒക്കെ സെല് ചെയ്യുന്ന കമ്പനിയാണ്. അവർക്ക് കുറേ നെറ്റ്വർക്ക് ഓഫ് ഫേംസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. നെറ്റ്വർക്ക് ഓഫ് കമ്പനീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ആൻഡ് എയ്ഡൻ വൈറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. 13 years മുന്നേ ഫോം ചെയ്ത കമ്പനിയാണ്. ആളാണ് കമ്പനിയുടെ സിഇഒ. ആൻഡ് ഹി ഈസ് ദ ഒൺലി ഷെയർ ഹോൾഡർ ആൻഡ് ഹി ഈസ് പ്ലാനിങ് ടു സെൽ ഹിസ് ഷെയർസ് ഇൻ ടു ദ മാർക്കറ്റ് വിത്തിൻ 1 year. പാസ് ഓഫ് നൗ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്ന റിസ്കുകൾ എന്തൊക്കെയായിരിക്കും? ന്യൂ ക്ലയന്റ് ആണ്, ന്യൂ ഓഡിറ്റ് ക്ലയന്റ് ആണ്. ഇറ്റ്സ് എ ന്യൂ ഓഡിറ്റ് ക്ലയന്റ്. അപ്പം നമ്മൾ ന്യൂ ഓഡിറ്റ് ക്ലയന്റ് ആണ് ഫസ്റ്റ് ഇയർ ഓഡിറ്റ് പ്ലാനിങ്ങിന്റെ സമയത്ത് പറയാനുള്ള റിസ്ക് എന്താ? ഡിറ്റക്ഷൻ റിസ്ക്. ഫെമിലിയർ ഡിറ്റക്ഷൻ ആയിരിക്കും റിസ്ക് ആണ്. എന്ത് കാരണം കൊണ്ടാണ് ഡിറ്റക്ഷൻ റിസ്ക് വരിക? അൺഫെമിലിയർ Unfamiliar with ക്ലയന്റിന്റെ policies അക്കൗണ്ടിങ് and account പോളിസീസും balance. ട്രാൻസാക്ഷനും ബാലൻസസ് ഒക്കെ ആയിട്ട് നമ്മൾ എന്തായിരിക്കും? അൺഫെമിലിയർ ആയിരിക്കും. അപ്പൊ നമ്മൾ അൺഫെമിലിയർ ആണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നുണ്ടാവുക? നമുക്ക് അതിനെ കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല? സഫീഷ്യന്റ് Evidence. അപ്രോപ്രിയേറ്റ് എവിഡൻസ് Sufficient ഒബ്റ്റൈൻ ചെയ്യാൻ പറ്റില്ല. അത് കാരണം കൊണ്ട് എന്തുണ്ടാവും? ഡിറ്റക്ഷൻ റിസ്ക് ഉണ്ടാവും. Detection risk. ദാറ്റ് ഈസ് വാട്ട് വി നീഡ് ടു എക്സ്പ്ലെയിൻ ദെയർ. അപ്പൊ നമ്മൾ പറയാം Teal & Co is a new Green Company is a new audit client for Teal & Co. Therefore, the engagement team of Teal & Co will not be familiar with Green Company's accounting policies, transactions, and balances, due to which there can be chances of having detection risk, as the auditor will not be able to obtain sufficient appropriate audit evidence. നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്ന റെസ്പോൺസ് എന്തായിരിക്കും? എക്സ്പീരിയൻസ് ആയിട്ടുള്ള PGS team അപ്പോയിന്റ് ചെയ്യാം. അവരതുപോലെ തന്നെ എന്ത് ചെയ്യണം? സഫീഷ്യന്റ് ടൈം അലോക്കേറ്റ് ചെയ്യണം. എന്തിനു time വേണ്ടിയിട്ട്? allocate ചെയ്യണം. എന്റിറ്റിനെ കുറിച്ച് മനസ്സിലാക്കാനും റിസ്ക് ഓഫ് മിസ്റ്റേക്സ് എന്തൊക്കെയാന്നുള്ളത് കണ്ടുപിടിക്കാനും അല്ലേ? ഓക്കെ, പെർഫെക്റ്റ്. അപ്പൊ നമ്മൾ പറയാം Teal & Co should consider using a suitably experienced engagement team, and they should spend sufficient time on understanding about Green Company and assessing the risk of material misstatements. Clear ആയോ? യെസ് സർ. ഓക്കെ, ഫൈൻ. പിന്നെ രണ്ടാമത് നമുക്ക് പറയാൻ പറ്റുന്ന റിസ്ക് എന്തായിരിക്കും? ഷെയർസ് സെൽ ചെയ്തു. Shares sell ചെയ്യുന്നു. എയ്ഡൻ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യാൻ പോവാണ്? വിത്തിൻ 1 yearനുള്ളിൽ ആളുടെ ഷെയർസ് മൊത്തം അവൾ സെല് ചെയ്യാൻ പോവാണ്. ആൻഡ് അവരത് സെല് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള പ്രത്യേകത എന്താന്ന് പറഞ്ഞു? ഹി ഈസ് ദ ഒൺലി ഷെയർ ഹോൾഡർ ഓഫ് ദി കമ്പനി ആൻഡ് ഹി ഈസ് ദ കറന്റ്ലി സിഇഒ ഓഫ് ദി കമ്പനി. അപ്പൊ അവിടെ എന്തിനുള്ള പോസിബിലിറ്റിനെ കുറിച്ച് നമുക്ക് പറയാം? Overstating of profit. കമ്പനിയുടെ പ്രോഫിറ്റ് ആള് ഇന്റൻഷനലി ഓവർസ്റ്റേറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ആള് മോട്ടിവേറ്റഡ് ആയിരിക്കും കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓവർസ്റ്റേറ്റ് ചെയ്ത് കാണിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഹയർ വാല്യൂ ഓഫ് ഷെയർസ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് അസറ്റ് ഒക്കെ എന്താവും? ഓവർസ്റ്റേറ്റഡ് ആവും എന്നുള്ള റിസ്ക് പറയാം. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നിങ്ങൾ പറയാം എയ്ഡൻ വൈറ്റ് ഈസ് പ്ലാനിങ് ടു സെൽ ഹിസ് ഷെയർസ് ഇൻ ദ നെക്സ്റ്റ് ഇയർ. Therefore, there can be chances that since the Aiden is chief executive officer of the company, he might be intentionally overstating the company's financial performance and position to attract potential investors from the market, due to which the company's profit and asset will be overstated. Clear ayo? Yes. Is it clear, everyone? Yes. സർ. Okay. And നമുക്ക് എന്താണ് റെസ്പോൺസ് അവിടെ കൊടുക്കാൻ പറ്റുക? റെസ്പോൺസ് Judgments. നമ്മൾ പഠിച്ചുള്ള ഏതെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റും. യെസ്. അത് ഓൺ വേർഡ്സ് എഴുതിയാൽ മതി. നമ്മൾ ആ ബോണസ് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പഠിച്ച പോയിന്റില്ലായിരുന്നു, അതിനെ നമുക്ക് യൂസ് ചെയ്തൂടെ? അല്ലേ? നമുക്ക് എന്തിനു പറയാം? ഡീറ്റെയിൽ റിവ്യൂ ആൻഡ് ടെസ്റ്റിംഗ് ഓൺ ജഡ്ജ്മെന്റൽ ഡിസിഷൻ ഷുഡ് ബി ക്യാരിങ് ഔട്ട്, ഇൻക്ലൂഡിംഗ് ദ റിവ്യൂ ഓഫ് ട്രീറ്റ്മെന്റ് ഓഫ് പ്രൊവിഷൻ ആൻഡ് കമ്പയർ ദിസ് വിത്ത് ദ പ്രയർ ഇയർ. ഓൾസോ നമുക്ക് എന്ത് നോക്കാം വേണമെങ്കിൽ? മാനുവൽ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ജേർണൽസ് നോക്കാം, എന്തെങ്കിലും മിസ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടോ എന്ന് അറിയാൻ. ഇനി ഇതിന് പുറമെ സബ്സിക്വന്റ് പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് വേണം എന്തുകൊണ്ട് പറയാം? Alert ആവണം. പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം മെയിൻറ്റെയിൻ ചെയ്യണം, അലേർട്ട് ആയിരിക്കണം എന്നുള്ള പറയാം. അത് പ്രൈമറി പോയിന്റ് ആയിട്ട് എഴുതാൻ പാടുണ്ടോ? പാടില്ല. ഇല്ല. ഓക്കെ, അത് എപ്പോഴും ഓർത്തോണേ. പ്രൊഫഷണൽ ജഡ്ജ്മെന്റിന് ജനറൽ പോയിന്റ് ആണ് എപ്പോഴും പ്രൈമറി പോയിന്റ് ആയിട്ട് എഴുതി വെക്കരുത്. അത് നിങ്ങൾ ഒരു സെക്കൻഡറി പോയിന്റ് ആണ് മാത്രമേ എഴുതാവുള്ളൂ. പ്രൈമറി ആയിട്ട് എപ്പോഴും എന്ത് ചെയ്യുക? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പോഴും ഇന്റൻഷണൽ ഓവർ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറഞ്ഞാൽ മതി? ജഡ്ജ്മെന്റൽ ഏരിയാസ് റിവ്യൂ ചെയ്യാൻ പറയാം, പ്രയർ ഇയർ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറയാം. അതുപോലെ തന്നെ അഡീഷണലി മാനുവൽ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ജേർണൽ എൻട്രീസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും റിവ്യൂ ചെയ്യാൻ പറയാം. ക്ലിയർ ആയോ? സാർ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ആടാ. ഇതിന്റെ അകത്ത് സെയിൽസ് കൂട്ടിക്കാണിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റും? ദാറ്റ് ഇസ് കട്ട് ഓഫ് മാറ്റി കാണിച്ച്. സെയിൽസ് മാത്രത്തിലേക്ക് വരണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ല, ഇതിന്റെ കൂടെ അതിന്റെ കൂടുതൽ കാണിക്കാം. അപ്പൊ പോയിന്റ് ഭയങ്കര ലെങ്തി ആവും. അത്ര എഴുതി പോകേണ്ട ആവശ്യമില്ല സത്യത്തില്. ഓക്കെ ഓക്കെ. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഈ സെയിൽസിന്റെ കട്ട് ഓഫിന്റെ ഇഷ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തില്ലേ? കട്ട് ഓഫ് എറേഴ്സിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രൊസീജിയറിലും അപ്പം എന്ത് ചെയ്യണം?
കട്ട് ഓഫിൽ ഇഷ്യൂസ് ഉണ്ടോ എന്ന് അറിയാൻ കട്ട് ഓഫ് ടെസ്റ്റിംഗ് ചെയ്യാനുള്ളത് പറയേണ്ടി വരും. മനസ്സിലായോ? അതെ. അതേ സ്ഥാനത്ത് Okay. പ്രോഫിറ്റ് ആൻഡ് നെറ്റ് അസറ്റ്സ് ആണ് നമ്മൾ പറയുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അല്ലെങ്കിൽ ടോട്ടൽ അസറ്റിനെയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ജഡ്ജ്മെന്റൽ ഏരിയ റിവ്യൂ ചെയ്യാനും അതുപോലെ തന്നെ മാനുവൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഓവറോൾ അത് രണ്ടും കവർ ആയി പോയിക്കോളും. മനസ്സിലായോ? ഓക്കെ സർ, മനസ്സിലായി. അടുത്തത് സാറേ In സാറേ August- ആ. ഒള്ളി ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞാൽ മാത്രമാണ് ഈ പോയിന്റ് വെക്കാൻ പാടുള്ളൂ. അല്ലടാ, ഡിസ്പോസൽ ഓഫ് ഷെയർസ് ഉള്ള സമയത്ത് പറയാം. നമുക്കിപ്പോഴും എന്താ പറയാൻ പറ്റുക, ഇപ്പം ലോണുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കോവനൻസ് ഉണ്ടെന്ന് പറയാണ്, കമ്പനി പുതുതായിട്ട് ലിസ്റ്റിംഗ് ചെയ്യാൻ പോവാണെന്ന് പറയാണ്, അല്ലെങ്കിൽ കമ്പനി ഓൾറെഡി ഉള്ള ഒരു ലോൺ റീനെഗോഷിയേറ്റ് ചെയ്യാൻ പോവാണെന്ന് പറയാണ് ബാങ്കുമായിട്ട്, നമ്മളിപ്പോൾ കണ്ട പോലെ തന്നെ ഷെയർസ് സെല് ചെയ്യാൻ പോവാണെന്ന് പറയാണ്. അവിടെയൊക്കെ എന്തുണ്ടാവും? ഒരു പൊട്ടൻഷ്യൽ ഓവർ സ്റ്റേറ്റ്മെന്റുള്ള ചാൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ എപ്പോഴും പറയാനുള്ള ബോണസ് പേ ഔട്ടിന്റെ കേസ് പറയുന്നു, അല്ലെങ്കിൽ നമ്മൾ കോവനന്റ് പറഞ്ഞില്ലേ, അങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ പറയുന്നു. അങ്ങനെയുള്ള എല്ലാ സാഹചര്യത്തിലും എന്തുണ്ട്? കമ്പനിയുടെ പെർഫോമൻസ് കൂട്ടിക്കാണിക്കാൻ ചാൻസ് ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് ഈ പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യാം. അവിടെ ഒരു അല്ല, ഷെയർ ഈ ആണെന്ന് മാത്രം പറയണം നിർബന്ധമില്ല. അല്ല, ഇയാളുടെ കയ്യിലല്ലേ ഫുൾ ഷെയർ ഇരിക്കണം, അപ്പൊ അതുകൊണ്ടാണ് പോയിന്റ് വെക്ക് ചെയ്തത്, അങ്ങനെയാണോ? അല്ല, പുള്ളിയാണ് സിഇഒ ആൻഡ് പുള്ളി തന്നെയാണ് കമ്പനിയുടെ ഷെയർസ് വിൽക്കാൻ പോകുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരെന്തായിരിക്കും? ഇന്റൻഷ്യലി ഓവർ സ്റ്റേറ്റഡ് ആയിരിക്കും. ഓക്കെ, ആ കേസിൽ നമ്മൾ പറയാ സിൻസ് ഹീസ് എ സിഇഒ, അതാണ് നമ്മൾ ഇവിടുത്തെ ഇഷ്യൂ. ഷെയർ ഹോൾഡർ ആണെന്നുള്ളതല്ല ഇഷ്യൂ. മനസ്സിലായോ? ഓക്കെ. ഓക്കെ, സോ ഇപ്പം ആള് ഒരു ഷെയർ ഹോൾഡർ ആണെന്ന് മാത്രം പറഞ്ഞു, ഹീസ് നോട്ട് ഹാവിങ് എനി മാനേജറിയൽ റോൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ റിസ്ക് അതേപോലെ തന്നെ കയറി വരുമോ? ഇല്ല. മനസ്സിലായോ? കാരണം പുള്ളിക്ക് കമ്പനിയുടെ കൺട്രോൾ ഇല്ലല്ലോ. അപ്പൊ ആൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് പറഞ്ഞാൽ മാത്രമേ വരുള്ളൂ. അല്ലെ നിങ്ങളോട് ഇങ്ങനെ പറയണം വീക്ക് കോർപ്പറേറ്റ് ഗവർണൻസ് ആണ്, ഉള്ളി ഷെയർ ഹോൾഡർ ആണെന്ന് പറയണം. അപ്പം നമുക്ക് പറയാം വീക്ക് ഷെയർ ഹോൾഡർ ആണെന്ന്, വീക്ക് കോർപ്പറേറ്റ് ഗവർണൻസ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ബോർഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ പറയാം. ബട്ട് ഇവിടെ ആള് തന്നെയാണ് സിഇഒ, ആള് തന്നെയാണ് ഷെയർ ഹോൾഡർ. അതുകൊണ്ട് നമുക്ക് ഡയറക്ട്ലി ആ റിസ്ക് കയറി പറയാൻ പറ്റും. ഓക്കെ, മൈനോറിറ്റി ഷെയർ ഉള്ളെങ്കിലോ, കുറച്ച് ഷെയർ ഉള്ളെങ്കിലോ? കുറച്ച് ഷെയറേ ഉള്ളൂ, പക്ഷെ സിഇഒ റോളിലല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. മനസ്സിലായോ? ഓക്കെ. ഇനി in October 2014, the company began to refurbish the retail stores in order to incorporate cafes into each one. Refurbishment cost 14.2 million were recognized within PPE, and this was partially financed by loan of 10 million, which is to be repaid in 5 annual installments commencing in September 2015. In November 2014, Green Company spent $400,000 on advertising campaign, and cafes were opened in December 2014. The advertising expenditure has been included within intangible asset and is being amortized over 24 months, as Aid and White expect the advertising to generate additional revenue for the period of time. In May 2015, Green Company received notification that Building Authority have received a complaint that the refurbishment had not been performed in accordance with the building regulations. Building Authority is currently investigating, and if found to be in breach of regulation, Green Company would be required to remedy any deficiencies in addition to paying a fine. നമുക്ക് ഫുൾ മീനിങ് ആദ്യം ഇന്റർപ്രറ്റ് ചെയ്യാം. നമ്മളോട് പറഞ്ഞു ഓഗസ്റ്റ് 2014 കമ്പനി എന്ത് ചെയ്തു? കുറച്ച് റീഫോർബിഷ്മെന്റ് നടത്തി അവരുടെ റീറ്റെയിൽ സ്റ്റോറിൻ്റെ അകത്തൊക്കെ പുതിയ പുതിയ കഫേ സ്പേസസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 14.2 million അവർ PPക്കകത്ത് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ദെൻ 10 million ലോൺ എടുത്തിട്ടാണ് അവർ ഈ ഫണ്ടിങ് ചെയ്തതെന്ന് പറഞ്ഞു. അത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ലോണിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 5 yearly ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേ ചെയ്യേണ്ടതാണ് ഫ്രം സെപ്റ്റംബർ 2015 ഓൺവേർഡ്സ്, വിച്ച് മീൻസ് ഫോളോയിങ് ദ നെക്സ്റ്റ് ഇയർ. ആൻഡ് നമ്മളോട് പറഞ്ഞു നവംബർ 2014 കമ്പനി അതേപോലെ തന്നെ 400,000 അഡ്വർടൈസിങ്ങിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് കഫേസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അഡ്വർടൈസിങ്ങിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തേക്കുന്നത്. ആൻഡ് കഫേസ് അവർ ഓപ്പൺ ചെയ്യുകയും ചെയ്തു. ആൻഡ് അഡ്വർടൈസിങ് എക്സ്പെൻഡിച്ചർ അവർ എന്ത് ചെയ്തു? എന്നിട്ട് ഇൻടാഞ്ചിബിൾ ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. എന്നിട്ട് 2 yearsലേക്ക് അവർ അതിനെ അമോർട്ടൈസ് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം നെക്സ്റ്റ് ഇയറിലും കൂടെ അതിന്റെ റവന്യൂ വരും എന്ന് പറഞ്ഞ്. കാരണം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ബിൽഡിംഗ് അതോറിറ്റി അപ്പോൾ നമ്മുടെ കമ്പനിയിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ അയച്ചിട്ടുണ്ട്. നമ്മുടെ ബിൽഡിംഗ് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്യാതാണ് റീഫോർബിഷ്മെന്റ് നടത്തിയെന്ന് പറഞ്ഞ്. ആൻഡ് ആ കേസ് ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ബ്രീച്ച് എങ്ങാനും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ അതിന് പെനാൽറ്റി പേ ചെയ്യേണ്ടി വരും എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബ്രീച്ച് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ബ്രീച്ച് കണ്ടുപിടിച്ചാൽ പെനാൽറ്റി പേ ചെയ്യേണ്ടി വരും എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഫൈൻ. സോ ആസ് ഓഫ് നൗ നമുക്ക് ഏതൊക്കെ ട്രീറ്റ്മെന്റ്സ് പിക്ക് ചെയ്യാനുള്ളതെന്ന് പറയോ? റീഫർബിഷ്മെന്റ് കോസ്റ്റ് 14.2 million, അത് PPയിൽ ഫുൾ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തു. ഓക്കെ, റീഫർബിഷ്മെന്റ് കോസ്റ്റ് 14.2 million അവർ മൊത്തം PPയിൽ കാണിച്ചിട്ടുണ്ട്. കാണിക്കാൻ പറ്റുമോ?
ഇല്ല, റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടെങ്കിൽ എക്സ്പെൻസ് ചെയ്യണം ഓക്കെ 16 പ്രകാരം. സ്റ്റാൻഡേർഡ് ഏതാടാ വരിക? IAS IA 16. 16. പി പി IAS 16 PP ആണ്. ആൻഡ് ആസ് പെർ IAS 16 PP നമ്മൾ പഠിച്ചിട്ടുണ്ട്, only those expenses that are directly attributable to the capitalization expenditure could be included within PP. All other expenses should be expensed in the P&L. ഇവിടെ കമ്പനി എന്ത് ചെയ്തേക്കുന്നത്? റീഫർബിഷ്മെന്റ് കോസ്റ്റ് 14.2 മില്യൺ എന്ത് ചെയ്തു? PP യിലാണ് മൊത്തമായി കാണിച്ചേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും പറയാം? PP will be overstated, അല്ലെ? PP will be overstated and the expenses will be understated. Okay, അപ്പൊ അത് പറയാ, the company have spent 14.2 million on refurbishment and has recognized the whole amount within non-current assets. ഇതിന് നിങ്ങൾ ട്രീറ്റ്മെന്റ് പറയാ, as per IAS 16 only those expenses that are directly attributable to the asset should be capitalized. All other expenses which does not meet the criteria need to be expensed in the P&L. Since the company have capitalized 14.2 million, the PP will be overstated and the expenses will be understated. Clear ആയോ? Yes, sir. Okay. നമുക്ക് എന്തായിരിക്കും റെസ്പോൺസ് കൊടുക്കാൻ പറ്റുക? Breakdown of എന്താ പറയാ? Obtain the breakdown of 14.2 million spent on refurbishment of assets and consider whether the നേച്ചർ ഓഫ് എക്സ്പെൻസ്. എടാ ഇവിടെ സ്പ്ലിറ്റ് ബിറ്റ്വീൻ എക്സ്പെൻസസ് അപ്രോപ്രിയേറ്റ് ആണോ നോക്കാൻ പറയണോ? പറ്റില്ല. വേണ്ട, കാരണം എന്താ? split ചെയ്തിട്ടില്ല. അവർ സ്പ്ലിറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 14.2 മില്യൺ PP റീഫർബിഷ്മെന്റിന് സ്പെൻഡ് ചെയ്തേക്കുന്നതിന്റെ ബ്രേക്ക് ഡൗൺ ഒപ്റ്റൈൻ ചെയ്യാൻ പറയാം. എന്നിട്ട് അവിടെ എന്ത് ചെയ്യാൻ പറയണം? നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ നേച്ചറുള്ള ഏതെങ്കിലും ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യാൻ പറയാം. ക്ലിയർ ആയോ? യെസ്, അല്ലെങ്കിൽ Okay. ക്രൈറ്റീരിയ മീറ്റ് ചെയ്തത് മാത്രമേ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതും. ഈതവേ പറയാം, രണ്ടും ഇമ്പാക്ട് സെയിം തന്നെയാണല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാൽ മതി? ഒപ്റ്റൈൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് 14.2 മില്യൺ സ്പെൻഡ് ഓൺ refurbishment cost and consider whether the expenditures which are of capital nature are only included within the refurbishment cost in accordance with IAS 16 PP പറയാ, അല്ല നേരെ തിരിച്ചു പറയാ, and consider whether any expenditures which are of revenue nature has been capitalized as part of refurbishment cost പറയാ. ക്ലിയർ ആയോ? യെസ്, ഓക്കെ. പിന്നെ അടുത്ത എന്താ? ലോൺ ഉണ്ട് 10 മില്യൺ. ഓക്കെ, ലോൺ ഉണ്ട് 10 മില്യൺ. ലോണിന് പ്രത്യേകത കൂടെ ഉണ്ട്. എന്താണ്? പേ ചെയ്തത് 5 ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് ചെയ്യേണ്ടത്, അല്ലേ? ഓക്കെ, അപ്പം ലോൺ എമൗണ്ട് ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് 5 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1 ഇയർ വരെയുള്ളത് നമ്മൾ കറന്റ് ലയബിലിറ്റി ആയിട്ട് കാണിക്കണം. 1 ഇയറിനുള്ളിൽ പേ ചെയ്യാനുള്ളത് നമ്മൾ കറന്റ് ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ബാക്കി 4 ഇയേഴ്സ് നമ്മൾ എന്തായിട്ട് കാണിക്കുക? നോൺ കറന്റ് നോൺ കറന്റ് ലയബിലിറ്റി ആയിട്ട് കാണിക്കണം. റിസ്ക് എന്തായിരിക്കും അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്? പ്രോപ്പർ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. കമ്പനി ഹോൾ എമൗണ്ട് ടോട്ടൽ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവും. കാണിക്കും നോൺ കറന്റ് ലയബിലിറ്റി കാണിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ എന്ത് പറ്റും? നോൺ കറന്റ് ലയബിലിറ്റി ഓവർസ്റ്റേറ്റഡ് ആവും, കറന്റ് ലയബിലിറ്റി അണ്ടർസ്റ്റേറ്റഡ് ആവും. പെർഫെക്റ്റ്, അതിന് പറയാം. നിങ്ങൾ പറയാം, the company have taken a new loan of 10 million which need to be repaid over 5 annual installments. Therefore, any amount which need to be paid within 1 year need to be treated as current liability and remaining need to be treated as non-current liability. However, there can be chances that the company might have treated the whole amount of 10 million, 10 million as non-current liability, resulting in understated current liabilities and overstated non-current liabilities. നമുക്ക് റെസ്പോൺസ് ഭയങ്കര ഈസി റെസ്പോൺസ് ആണ്. എന്തായിരുന്നു? സ്പ്ലിറ്റ് നോക്കാം. Review the split between current and non-current liability and disclosures for the loan to confirm whether it has been treated in accordance with relevant standards പറയാം. ഇനി സെപ്പറേറ്റ് റിസ്ക് ആയിട്ട് പ്രിഫറബിളി പറയണം എന്നില്ല. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ഒരു കാര്യത്തെ ബേസ് ചെയ്ത് മൾട്ടിപ്പിൾ റിസ്ക് എഴുതുന്നതിനേക്കാളും നല്ലത് എന്താണ്? മൾട്ടിപ്പിൾ റിസ്കുകൾ എഴുതുന്നതാണ്. അപ്പൊ ഇവിടെ നമുക്ക് അസോസിയേറ്റഡ് റിസ്ക് ആയിട്ട് വേണമെങ്കിൽ 4+1 നമുക്ക് പറയാൻ പറ്റുന്ന ഏതാ? The company have taken a new loan of 10 million which is interest bearing. Therefore, the interest expense on the loan need to be recognized within the finance cost. And in case if the company have not recognized it, may result in understated finance cost പറയാം. റെസ്പോൺസ് നമുക്ക് എന്ത് പറയാം? ടോട്ടൽ ലോണിന്റെ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് റീകാൽക്കുലേറ്റ് ചെയ്യാൻ പറയാം. ന്യൂ ലോണിന്റെ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ലോൺ എഗ്രിമെന്റ്സ് തന്നെയാണോ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത് കൺഫേം പറയാം. ഓക്കെ, ബട്ട് അത് പ്രിഫറബിളി സെപ്പറേറ്റ് റിസ്ക് ആയിട്ട് എഴുതണ്ട കേട്ടോ. ഓക്കെ, ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് മാർക്ക് കിട്ടുമോ? ഏതാ?
ഇപ്പൊ അങ്ങനെ രണ്ട് സ്പ്ലിറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്ക് ഇട്ട് വയ്ക്കാം. ഫൈനാൻസ് കോസ്റ്റും ലോണും രണ്ടായിട്ട്. ആ അത് നമുക്ക് പ്രോപ്പർലി സ്പെസിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ മാർക്ക് കിട്ടും. പക്ഷെ എക്സാമിനർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അസോസിയേറ്റഡ് റിസ്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നതിനേക്കാൾ ബെറ്റർ എന്ത് ചെയ്താൽ മതി, നമ്മൾ മൾട്ടിപ്പിൾ റിസ്ക് ആയിട്ട് എഴുതിയാൽ മതി. അതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ പണ്ട് ഇങ്ങനെയുള്ള റിസ്കുകൾ സെപ്പറേറ്റ് പോയിന്റ്സ് ആയിട്ട് തന്നെയായിരുന്നു ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അവർ ആ രണ്ട് റിസ്ക്കും കമ്പൈൻഡ് ആയിട്ട് ഒരേ രീതിയിലാണ് കാണിച്ചു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രിഫറബിളി സെപ്പറേറ്റ് പോയിന്റ് ആക്കണം എന്ന് നിർബന്ധമില്ല. മനസ്സിലായോ? ഓക്കെ. അടുത്തെന്താ ഈസി പോയിന്റ് ആണ്. നമ്മൾ കുറച്ച് പിന്നെ ക്വിക്ലി പറഞ്ഞു പോയത് എക്സാമ്പിൾ പറഞ്ഞപ്പോൾ എന്തായിരുന്നു? അഡ്വർടൈസിങ് എക്സ്പെൻഡിച്ചർ ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ട് കാണിച്ചു, അത് എമോർട്ടൈസും ചെയ്തു അവര് ഓക്കെ. 24 അഡ്വർടൈസിങ് months. എക്സ്പെൻഡിച്ചർ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് 2 ഇയേഴ്സിലേക്ക് അമോർട്ടൈസ് ചെയ്യാണ്. ഇതാ ഞാൻ പറഞ്ഞ അമോർട്ടൈസേഷൻ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് കുട്ടികൾ റിസ്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതാണ് അവിടുത്തെ റിസ്ക്. അല്ല, അഡ്വർടൈസിങ് അല്ല. എക്സ്പെൻഡിച്ചർ ഇൻടാഞ്ചിബിൾ അസറ്റ് കാണിക്കാൻ പറ്റില്ല. ഓക്കെ. അതപ്പോ നമ്മൾ എന്ത് ചെയ്യണം? പി ആൻഡ് എൽ എന്ത് ചെയ്യണം? അത് നമ്മൾ റിമൂവ് ചെയ്യണം. ഓക്കെ. അവര് പക്ഷെ എന്ത് ചെയ്തു? കാണിച്ചു. അവര് അതുകൊണ്ട് തന്നെ കാണിച്ചു, ഇൻടാഞ്ചിബിൾ അസറ്റ് എന്താവും? ഓവർ ഓവർ സ്റ്റേറ്റഡ് സ്റ്റേറ്റഡ്. അഡ്വർടൈസിങ് എക്സ്പെൻസസ് എന്തായിരിക്കും? അണ്ടർ സ്റ്റേറ്റഡ്. പെർഫെക്റ്റ്. അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ അത് തന്നെ പറയാം. നിങ്ങൾ എന്ത് പറയണ്ടേ? ദ കമ്പനി ഹാവ് capitalize the advertising expenditure as intangible asset and is being amortized over 24 months. However, as per IAS 38 intangible asset, the advertising expenditures then does not meet the criteria for capitalizing as intangible asset. Therefore, it should be expensed in the P&L. And as the company have already capitalized it, intangible assets will be overstated and advertising expenditure will be understated. ഇവിടെ റെസ്പോൺസ് പറയേണ്ടത് എന്താ? നമ്മൾ ആ അഡ്വർടൈസിങ് എക്സ്പെൻഡിച്ചറിന്റെ എമൗണ്ട് കൺഫേം ചെയ്ത് അത് പ്രോപ്പർലി ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കണം എന്നാണോ പറയണ്ടേ? അല്ല, മാനേജ്മെന്റ് എന്ത് റാഷണൽ ബേസിസിലാണ് അവരത് കാണിച്ചേക്കുന്നതെന്ന് ചോദിക്കാം. അത് റിമൂവ് ചെയ്യാൻ പറയാം ഇൻടാഞ്ചിബിൾ അസറ്റ്. എക്സാക്ട്ലി. അതായത് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റാഷണൽ പോലും ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം ബൈ ദ നേച്ചർ ഇറ്റ് സെൽഫ് ഇറ്റ് ഈസ് എവിഡന്റ് ദാറ്റ് ഇറ്റ്സ് എ മിസ്സ്റ്റേറ്റ്മെന്റ് അല്ലേ? അപ്പൊ നമ്മൾ 400,000 ആണോ അഡ്വർടൈസിങ്ങിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തെന്ന് വേണേൽ കൺഫേം ചെയ്യാം ഇൻവോയ്സസ് നോക്കിയിട്ട്. എന്നിട്ട് 400,000 ആണെന്നുണ്ടെങ്കിൽ അത് തന്നെ എന്ത് ചെയ്യാൻ പറയാം? റിമൂവ് ചെയ്യാനായിട്ട് പറയാം. എന്നിട്ട് അത് അഡ്വർടൈസിങ് കോസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറയാം. അപ്പം അഡ്ജസ്റ്റ്മെന്റ് എൻട്രി പാസ് ചെയ്യാൻ വേണം പറയാം. ക്ലിയർ ആയോ? ഓക്കെ. അപ്പം നമ്മൾ എന്ത് പറയാൻ വേണമെങ്കിൽ ഇൻസ്പെക്ട് ദ ഇൻവോയ്സസ് ടു കൺഫേം വെദർ 400,000 ഹാസ് ബീൻ സ്പെൻഡ് ഓൺ അഡ്വർടൈസിങ് ക്യാമ്പയിൻ ആൻഡ് റിക്വസ്റ്റ് ദ finance director to pass adjustment entry by removing advertising expenditures from the intangible asset and including the same amount as part of profit and loss account. Clear ayo? Okay. പിന്നെ അടുത്തെന്താ ഈസി പോയിന്റ്? ബ്രീച്ച് ഓഫ് റെഗുലേഷൻസ്. റെഗുലേഷൻസ്. അതെ. ഓക്കെ. ഇവിടെ ബ്രീച്ച് ഓഫ് റെഗുലേഷൻ ആകെ ഉള്ളൊരു പ്രോബ്ലം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പ്രോബബിൾ ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാവും എന്നുള്ള പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇല്ല. അവിടെ ഒരു ബ്രീച്ച് ഓഫ് റെഗുലേഷൻ ഉണ്ട്, ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ അവിടെ അസംഷൻ ഇട്ട് വേണം പറയാൻ. അതായത് അവിടെ പ്രോബബിൾ ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം പറയാം? പ്രൊവിഷൻ ക്രിയേറ്റ്. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറയണം? കണ്ടിജന്റ് ലയബിലിറ്റി റെക്കഗ്നൈസ് ചെയ്യാൻ പറയാം. റിസ്ക് എന്തായിരിക്കും? അവരൊന്നും ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് റിസ്ക്. ഓക്കെ. അപ്പൊ നിങ്ങൾ പറയാ ദ കമ്പനി ഹാവ് റിസീവ് ക്ലെയിംസ് എഗനിസ്റ്റ് കമ്പനിയുടെ പേരെന്തായിരുന്നു? Green Company have received notification from the building authority about the breach of regulation. Therefore, as per IAS 37, provision contingent liability and contingent asset, provision should be created if there is a probable future cash outflow, or it should be adequately disclosed in case if it is possible as a contingent liability. However, the company might not have taken any action for the breach of regulation, which would result in understated provision or misstatements in the disclosures to the financial statements. Response പറയാൻ പറ്റുന്ന എന്തായിരിക്കും? എക്സ്റ്റേണൽ കൺഫർമേഷൻ വാങ്ങിക്കാം. ആരുടെ കയ്യിൽ നിന്നാ? ലോയറിന്റെ കയ്യിൽ നിന്ന്. ഓക്കെ. അപ്പൊ നമുക്ക് വേണമെന്ന് പറയാം obtain external confirmation from the lawyers in order to confirm whether there will be any probable or future possible cash outflow in relation to the breach of regulations and consider whether it is appropriately adjusted in the financial statements. അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ്ലി നമുക്ക് എന്ത് പറയാൻ വേണമെങ്കിൽ കൺഫർമേഷൻ പറയാം, കറസ്പോണ്ടൻസും പറയാം. റിവ്യൂ കറസ്പോണ്ടൻസ് വിത്ത് ദ കമ്പനി ലോയർ പറഞ്ഞാലും മതി. ക്ലിയർ ആയോ? Green Company sells a range of tropical plants
In August 2014, Green Company has begun to project to develop new technology for maintaining correct temperature and humidity in its greenhouses. The project is expected to complete in August 2015, and Green Company has incurred cost of $350,000, which are recognized within intangible assets. In May 2015, a flood caused water damage to the inventory of plants, which had cost $420,000. The company believes that the plant can still be sold, but at a reduced selling price. The financial statements for the year ending 31st July 2015 are expected to show revenue of 88.2 million, gross profit of 23 million, and operating profit of 6.3 million. Just leave it. And ഇവിടുന്ന് over the area. പറഞ്ഞു എന്തൊക്കെയുള്ളത്. ഒന്ന് ഡെവലപ്മെന്റ് ഫീച്ചർ ഉണ്ട്. ഓക്കെ, ഒന്ന് അവർ എന്ത് ചെയ്യുന്നുണ്ട്, അവര് ന്യൂ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ക്രൈറ്റീരിയ മീറ്റ് ചെയ്താൽ തന്നെ അതെ, ക്യാപിറ്റലൈസ് ചെയ്യണം. ക്യാപിറ്റലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പെർഫെക്റ്റ്. അപ്പൊ നമ്മളോട് ഒന്ന് പറഞ്ഞു, അവർ പറഞ്ഞു $350,000 റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് സ്പെൻഡ് ചെയ്ത് അവർ ഇന്റാഞ്ചിബിൾ അസറ്റ് കാണിച്ചിട്ടുണ്ട്. നേരെ എടുത്ത് കാണിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇല്ല. റിസർച്ച് ആണ്, ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് മാത്രമേ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത എന്ത് ചെയ്യണം, റിസർച്ച് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. പക്ഷെ അവർ മൊത്തം ക്യാപിറ്റലൈസ് ചെയ്തു, അതുകൊണ്ട് തന്നെ എന്ത് പറ്റും, ഇന്റാഞ്ചിബിൾ അസറ്റ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ പറയാ ഗ്രീൻ കമ്പനി ഹാവ് സ്പെൻഡ് $350,000 on development of new project. Therefore, as per IAS 38 intangible asset, the research expenses should be expensed, and only development expenditure which meets the criteria for capitalization should be included within intangible asset. However, the company have incurred $350,000 on development of the project, and the whole amount has been capitalized, due to which there can be chances that intangible asset will be overstated and the research expenses will be understated. Clear ആയോ? യെസ് സർ. ഓക്കെ. എടാ, ആ എമൗണ്ട് നമുക്ക് എങ്ങനെ കൺഫേം ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സിറ്റുവേഷനിൽ? അതായത് നമുക്ക് അറിയേണ്ടത് എന്താ, ആ $350,000 അവർ കറക്റ്റ് ആയിട്ട് തന്നെയാണോ ട്രീറ്റ് ചെയ്തേക്കുന്നതെന്നാണ് അറിയേണ്ടത്. എങ്ങനെ അറിയാൻ പറ്റുക? അതിന്റെ ബ്രേക്ക് ഡൗൺ എടുത്തിട്ട് ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ട് മാത്രമേ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുള്ളൂ എന്ന് കൺഫേം ചെയ്യാം. ഓക്കെ, ഫൈൻ. ഓൾറൈറ്റ്, നമുക്ക് വേണം അങ്ങനെ ചെയ്യാം. പിന്നെ അതിൻ്റെ അകത്തൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ സിമിലർ പോയിന്റ് നമ്മൾ തൊട്ട് മുന്നേ എഴുതിയതായിരുന്നു. ഏത് കേസിലാ? PPയുടെ കേസിലും അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു സ്ലൈഡ്സ് ഡിഫറൻസ് എന്തെങ്കിലും വരുത്തിയിട്ട് എഴുതാൻ പറ്റുമെന്നെങ്കിലും അത്രയും നല്ലത്. അപ്പം നമുക്കറിയേണ്ടത് എന്താ, ഈ പ്രൊജക്ട് എപ്പോഴാണ് ഈ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചറിന്റെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തെന്നുള്ളതല്ലേ അറിയേണ്ടത്. അതപ്പം വേണമെങ്കിൽ ആരുമായിട്ട് ഡിസ്കസ് ചെയ്യാം. ആരുമായിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യാൻ അറിയാൻ പറ്റുക? പ്രൊജക്ട് മാനേജറുമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് മാനേജേഴ്സുമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം എപ്പോഴാണ് പ്രൊജക്ടിന്റെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തെന്നുള്ളത്. അതിന്റെ കോൺട്രാക്ടോ കാര്യങ്ങളോ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ലേ? ഏതാടാ? കോൺട്രാക്ട് വെച്ചിട്ടോ അങ്ങനെയൊന്നും നോക്കാൻ പറ്റില്ലേ? കോൺട്രാക്ട് വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് നമ്മൾ ചെയ്ത ഡെവലപ്മെന്റ് അല്ലേ? ഓക്കെ, നമ്മൾ തേർഡ് പാർട്ടി ആയിട്ട് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് കോൺട്രാക്ട് നോക്കാൻ പറ്റും. ഇതിപ്പോ നമ്മുടെ ഡെവലപ്മെന്റ് ടീം ചെയ്യുന്നല്ലേ, അപ്പൊ നമ്മുടെ ഡെവലപ്മെന്റ് മാനേജേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യാന്നുള്ളതല്ലേ ചെയ്യാൻ പറ്റുക. അപ്പൊ നമ്മുടെ ഡെവലപ്മെന്റ് മാനേജേഴ്സുമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് എപ്പോഴാണ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്തെന്നുള്ളത് നോക്കാം. എന്നിട്ട് അതിന് ശേഷമുള്ളത് മാത്രമാണോ ഇന്റാഞ്ചിബിൾ ആയിട്ട് ട്രീറ്റ് ചെയ്തേക്കുന്നുള്ള കൺസിഡർ ചെയ്യാൻ പറയാം. മനസ്സിലായോ? ഓക്കെ, അപ്പം നമ്മൾ എന്താ പറയാ, ഡിസ്കസ് വിത്ത് ദ പ്രോജക്ട് മാനേജർ അബൌട്ട് ദി പ്രോഗ്രസ് ഓഫ് ദി പ്രോജക്ട് ആൻഡ് ദ സ്റ്റേജ് വെൻ ദ കമ്പനി ഹാവ് മെറ്റ് ദ ക്രൈറ്റീരിയ ഫോർ ക്യാപിറ്റലൈസേഷൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറയാം, ആൻഡ് കൺസിഡർ വെദർ ഇവർ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന എല്ലാ എമൗണ്ട്സും ശരിക്കും ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് തന്നെയാണോ എന്നുള്ളത് കൺഫേം ചെയ്യാൻ പറയാം. അപ്പോൾ ഒരു പ്രൊസീജിയർ ആയിട്ട് പറഞ്ഞാൽ എങ്ങനെ പറയാൻ പറ്റുക, ഡിസ്കസ് വിത്ത് ദ പ്രോജക്ട് മാനേജർ അബൌട്ട് ദ സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ ഓഫ് ദി പ്രോജക്ട് ആൻഡ് ദ പോയിന്റ് വെയർ ദ പർട്ടിക്കുലർ asset has met the criteria for capitalization, and consider whether the whole amount of 350,000 included within the intangible asset are capitalized in accordance with IAS 38 intangible asset. Clear ayo? Yes sir. Yes sir. Okay, അടുത്ത എന്താ? ഇൻവെന്ററി ഡാമേജ് ആയിട്ടുണ്ട്. ഇൻവെന്ററി ഡാമേജ് അത് കമ്പനി അതെ സോൾഡ് ചെയ്യുന്നതാണ് കമ്പനി ബിലീവ് ചെയ്തത് റിഡ്യൂസ്ഡ് സെല്ലിംഗ് പ്രൈസിൽ. ഓക്കെ, അത് ഓഫ് ചെയ്യണം കോസ്റ്റ് ഓർ NR, ലോവർ ഓഫ് കോസ്റ്റ് ഓർ NRV. ഇല്ലെങ്കിൽ ഇൻവെന്ററി ഓവർ സ്റ്റേറ്റഡ് ആവും, റിലേറ്റഡ് എക്സ്പെൻസസ് അണ്ടർ സ്റ്റേറ്റഡ്. ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡും ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡ് ഇൻക്രീസ് ആയതും കമ്പൈൻ ചെയ്യാം. ഓക്കെ, സോ ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്തോ? ഇല്ല, അത് റിസീവബിൾ കളക്ഷൻ.
റിസീവ്ഡ് അല്ലേ? കളക്ഷൻ ആ പീരീഡ് ആണ്. ആ. അതെ. അത് ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഓർത്തി നിങ്ങൾ വേറെ എവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തോണ്ട് വന്നാണോ എന്ന്. ഓക്കെ ഫൈൻ. സോ അത് റിസീവ്ഡ് കളക്ഷൻ പീരീഡ് ആണേ. ഓക്കെ, ഇൻവെന്ററിയുടെ അല്ല. അപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റാ? സോ ആദ്യം ഐഡന്റിഫിക്കേഷൻ പാർട്ട് എഴുതാം. ദ കമ്പനി ഹോൾഡ്സ് ആൻ ഇൻവെന്ററി വിച്ച് കോസ്റ്റ് $450,000 which have been caused damage during the year. Therefore, the inventory should be written down to the lower of cost of NRV in accordance with IAS 2. However, there can be chances that the company might not have done that, resulting in overstated inventory and understated related cost. ഇനി നമുക്ക് അവിടെ കൊടുക്കാൻ വരുന്ന റെസ്പോൺസ് എന്തായിരിക്കും? ഡീറ്റെയിൽ ടെസ്റ്റ് ചെയ്യുക, കോസ്റ്റ് ഓർ NRV ടെസ്റ്റിംഗ്. നമുക്ക് ജനറൽ ആയിട്ട് എപ്പോഴും പറയാനുള്ളത് ഡീറ്റെയിൽ കോസ്റ്റ് ആൻഡ് NRV ടെസ്റ്റിംഗ് അണ്ടർടേക്ക് ചെയ്യണം എന്ന് പറയാം. ലോവർ ഓഫ് കോസ്റ്റ് ആണോ NRV ആണോ ഇൻവെന്ററി റെക്കോർഡ് ചെയ്തേക്കുന്നത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് ഇവിടെ നമ്മൾ ആദ്യം കൺഫേം ചെയ്യേണ്ടത് NRV അച്ചീവബിൾ ആണോ എന്നുള്ളതല്ലേ? ഓക്കെ, അതെ. അതെങ്ങനെ ചെയ്യാൻ പറ്റുക? ഇവർ പറഞ്ഞെന്താ, ഈ പർട്ടിക്കുലർ പ്രൊഡക്ട്സ് ആഫ്റ്റർ ദി ഇയർ ആൻഡ് റെഡ്യൂസ് സെല്ലിംഗ് പ്രൈസ് വിൽക്കാൻ പറ്റും എന്ന് അവർ പറഞ്ഞു. അത് വിൽക്കാൻ പറ്റുമോ എന്നുള്ളത് കൺഫേം ചെയ്യണം. അതെങ്ങനെ കൺഫേം ചെയ്യാൻ പറ്റും? നമ്മൾ പ്രൊസീജിയർ പഠിച്ചിട്ടുണ്ട്. റീകാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഇല്ല, റീകാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ലടാ. നമുക്ക് കാൽക്കുലേഷൻ അല്ല നമുക്ക് പോസ്റ്റ് ഇയർ ആൻഡ് സെല്ലിംഗ് പ്രൈസ് നോക്കിയാൽ പോരെ പ്രൊഡക്റ്റിന്റെ. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്ക് ആ പോസ്റ്റ് ഇയർ എൻഡിലുള്ള സെല്ലിംഗ് പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ അറിയാൻ പറ്റും? സെയിൽസിന്റെ റെക്കോർഡ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്ത് വിലക്കാണ് പ്രൊഡക്റ്റ് വിറ്റ് പോയേക്കുന്നത് എന്നുള്ളത്. ശരിയല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ പ്രൊസീജിയറിന്റെ അകത്തൊക്കെ സിമിലർ പോയിന്റ്. നമുക്ക് എന്താ പറയാം? റിവ്യൂ ദ sales records, post year and sales records in order to confirm the amount at which the inventory have been sold following the year end and consider whether the inventory have been written down to the lower of cost or NRV on line by line basis. Clear ആയോ? ഓക്കെ, ഇനി നമുക്ക് റേഷ്യോസ് തന്നിട്ടുണ്ട്. ഈസിലി നമുക്ക് ആ റേഷ്യോസിനെ പിക്ക് ചെയ്ത് 2 പോയിന്റ്സ് എഴുതാൻ പറ്റും. ഒന്ന് നമ്മൾ എപ്പോഴും ജനറൽ ആയിട്ട് പറയാനുള്ളത് ഏതാ? GP മാർജിൻ എന്തായി? കൂടി. OP മാർജിൻ കുറഞ്ഞു. ഈസി പോയിന്റ് അല്ലേ? ഓക്കെ, എന്താ നമുക്ക് പറയാൻ പറ്റുന്നത്? കോസ്റ്റ് ഓഫ് സെയിൽസ്, കോസ്റ്റ് ഓഫ് സെയിൽസിന്റെ ഓപ്പറേറ്റിംഗ് ഇതായിട്ട് എഴുതിയേക്കുക. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആയിട്ട് അത് തന്നെ പറയാം. നിങ്ങൾ പറയാം ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ഹാസ് ബീൻ ഇൻക്രീസ് ഫ്രം 20% to 26% and operating profit margin has been reduced from 11% to 7%. Therefore, there can be chances that the expenses need to be included within the cost of sales might be misclassified into operating expenses. Thereby, cost of sales will be understated and the operating expenses will be overstated. Response എന്തായാലും നമുക്ക് പറയാൻ പറ്റുക? ബ്രേക്ക് ഡൗൺ നോക്കാൻ പറയാം. ഏതിന്റെ ഒക്കെ? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിന്റെയും കോസ്റ്റ് ഓഫ് സെയിൽസിന്റെയും. എന്തായാലും സ്പ്ലിറ്റ് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കണം. പ്രീവിയസ് ഇയർ ആയിട്ട് കമ്പയർ ചെയ്യാനും പറയാം അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ പറയാം obtain the breakdown of operating expense and cost of sales and compare with the previous year in order to confirm that the split between expenses have been done in accordance with the standards. അടുത്തത് നമ്മുടെ റിസീവ്സ് കളക്ഷൻ പീരീഡ് 40 days നിന്ന് 67 days ആയി. ആൻഡ് നമ്മളോട് പറഞ്ഞു ക്രെഡിറ്റ് കൺട്രോളറിന് ആബ്സെന്റ് ആയിരുന്നു, സിക്ക് ലീവ് ഒക്കെ ആയതുകൊണ്ട്. അപ്പൊ അത് കാരണം കൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ പറയാൻ പറ്റും? നമ്മളത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ പറയാം റിസീവ്സ് ഡേയ്സ് ഹാസ് ബീൻ ഇൻക്രീസ് ഫ്രം 40 to 67 days, which represents a possibility of having bad and doubtful debts for the company. Therefore, either allowances for receivables should be created or bad and doubtful debts should be written off from the financial statements. If not, receivables will be overstated and the allowances for receivables will be understated. എന്തായിരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റെസ്പോൺസ്? പോസ്റ്റ് ഇയർ extended post year and cash receipts testing and review the age received record and consider whether there is any adequacy of allowances for receivables. Clear ആയോ? Yes, sir. Okay, so we have picked total of 10 risk and 10 responses and അവർ നമ്മളോട് എത്ര എണ്ണ ചോദിച്ചിട്ടുള്ളത്? 8 risk and responses ആണ് ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ അല്ലേ? Yes, sir. ഓക്കെ, എടാ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ അഡ്വർടൈസിങ്ങിന്റെ പോയിന്റ് നമ്മൾ കണ്ടിട്ടുണ്ട് എങ്കിൽ പോലും ലീവ് ഇറ്റ്. 8 പോയിന്റ്സും ഇപ്പം എയ്ഡിൽ ഷെയർ സെല് ചെയ്യാൻ പോവാന്ന് പറയുന്നതും ജനറൽ പോയിന്റ് ആണ്. നമ്മൾ ബോണസിനെയൊക്കെ ബേസ് ചെയ്ത് പിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അഗെയിൻ ലീവ് ദാറ്റ് വൺ ഓൾസോ. എങ്കിലും 8 പോയിന്റ്സും നമ്മൾ പണ്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കുമ്പോഴത്തേനും റിപ്പീറ്റേഷൻ തന്നെയല്ലേ? ആൻഡ് സി നമ്മൾ അങ്ങ് 2012-13 തൊട്ടിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തു.
ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ദ മോസ്റ്റ് ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ നോക്കുമ്പോഴത്തേനും ഇത്രയും നാളും ചെയ്തിട്ടുള്ള എല്ലാമായിട്ട് സിമിലർ തന്നെയാണ്. അതേ ഞാൻ പറഞ്ഞ് ഇഫ് യു ഹാവ് പ്രാക്ടീസ്ഡ് പ്രോപ്പർലി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഇത്. ആൻഡ് ഞാൻ പറഞ്ഞിരുന്നു ഈച്ച് ക്വസ്റ്റ്യൻ യു ഹാവ് ടു പ്രാക്ടീസ് ഫോർ അറ്റ്ലീസ്റ്റ് 3 times. 3 times വെച്ച് ചെയ്യാൻ പറഞ്ഞത് ഒരു ദിവസം എഴുന്നിട്ട് ഒറ്റയടിക്ക് 3 വട്ടം ചെയ്യാനല്ല. നമ്മൾ ഒരു വട്ടം ക്ലാസ്സിൽ നിന്ന് ചെയ്തു, ഒരു വട്ടം സെയിം ഡേ ചെയ്തു, ഒരു വട്ടം വീണ്ടും റിപ്പീറ്റ് ചെയ്തു. അങ്ങനെയാണ് 3 times ചെയ്യാൻ പറഞ്ഞത്. എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ തന്നെ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഫെമിലിയർ വിത്ത് ദ ട്രീറ്റ്മെന്റ്. കാരണം ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ട്രീറ്റ്മെന്റ് അറിയില്ല എന്നുണ്ടെങ്കിൽ അഡ്വർടൈസിങ് എക്സ്പെൻഡിച്ചർ ക്യാപിറ്റലൈസ് ചെയ്യണോ റവന്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യണോ എന്നൊന്നും മനസ്സിലാവില്ല. ദെൻ അതേപോലെ തന്നെ ഇപ്പം ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ കേസ്, അങ്ങനെയുള്ള കുറേ ട്രീറ്റ്മെന്റ്സ് നമ്മളിപ്പോൾ കണ്ടു. ബട്ട് ട്രീറ്റ്മെന്റ്സ് ഫെമിലിയർ ആയിരിക്കണം, എങ്കിലും നമുക്ക് പ്രോപ്പർലി ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ യു ഹാവ് ടു റിവൈസ് ഓൾ ദോസ് 25 points by which you can easily achieve marks on audit risk area. So this is how you will be getting questions based on audit risk. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി നമ്മുടെ കിറ്റിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്തു ഓഡിറ്റ് റിസ്കിന്റെ ഇതുവരെയുള്ളത്. ആൻഡ് ഗ്രീൻ കമ്പനി എന്ന് പറയുന്ന ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ക്ലാസ് ചെയ്യുന്ന ഡിസ്കസ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ? ഇല്ല. ആൻസേഴ്സ് നമ്മൾ എഴുതി തന്നെ നോക്കണം. സോ ഈ ആൻസർ ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ തന്നെ എഴുതി നോക്കുക. ആൻഡ് ഇനി അങ്ങോട്ട് നോക്കുന്ന സമയത്ത് ടൈം മാനേജ്മെന്റും കൂടി ശ്രദ്ധിക്കുക. നമുക്ക് ആൻസർ എഴുതാൻ അറിയാഞ്ഞിട്ട് മാത്രം കാര്യമില്ല, നമുക്ക് അത് ലിമിറ്റഡ് ടൈം എഴുതാനും പറ്റണം. അപ്പൊ ഇനി അങ്ങോട്ട് ഓരോ ക്വസ്റ്റ്യൻസും ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ടൈം മാനേജ്മെന്റ് നോക്കി പോവുക. അപ്പം ടൈം മാനേജ്മെന്റ് ഇനീഷ്യലി ഈ ഒരു ഫേസിൽ നോക്കുക എന്ന് പറയുമ്പോൾ കൃത്യം 30 minutes ടൈം വെച്ചിട്ട് ആ 30 minutes എങ്ങനെയും തീർക്കാൻ ശ്രമിക്കല്ല ഫസ്റ്റ് ചെയ്യേണ്ടത്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ടൈമർ വെക്കുക. നിങ്ങൾ ജനറലി ആൻസർ എഴുതാറുള്ള പോലെ തന്നെ ആൻസർ എഴുതി പോവുക. എന്നിട്ട് നോക്കുക നിങ്ങൾ ആൻസർ എഴുതാൻ എത്ര ടൈം എടുത്തു. അപ്പൊ എത്ര ടൈം എടുത്തു എന്നുള്ളത് ഫസ്റ്റ് നോക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ 1 hour എടുത്തിട്ടുണ്ടാവും, 1.5 hours എടുത്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇതിന്റെ 1.5 മണിക്കൂർ എടുത്തു. അടുത്ത വട്ടം ഒരു പുതിയ ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 minutes ടൈമർ വെക്കുക. ആ 30 minutes ടൈമറിന്റെ സമയത്ത് നിങ്ങൾക്ക് എത്ര പോയിന്റ്സ് എഴുതി തീർക്കാൻ പറ്റി എന്നുള്ളത് നോക്കണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും 5 points എഴുതാൻ പറ്റിയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ നോക്കുക അവിടെ ഏതൊക്കെ പോയിന്റ്സ് എഴുതാനായിട്ടാണ് കൂടുതൽ ടൈം എടുത്തത്. അപ്പൊ ആ ടൈം എടുത്ത പോയിന്റ് കൂടുതൽ വട്ടം റിപ്പീറ്റ് ചെയ്ത് എഴുതി പഠിക്കുക, ഓൺ വേർഡ്സിൽ എഴുതാൻ ശ്രമിക്കുക. അങ്ങനെ എഴുതി ടൈം മാനേജ്മെന്റ് മാനേജ് ചെയ്യുക. അതായത് ഒരിക്കലും നമ്മൾ ഫസ്റ്റ് പോയിന്റ് ഒന്ന് എഴുതിയിട്ട് ആദ്യമായിട്ട് ഒരു പോയിന്റ് ഫസ്റ്റ് ടൈം എവർ എഴുതിയിട്ട് ടൈം മാനേജ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. നമുക്ക് ടൈം മാനേജ്മെന്റ് പോസിബിൾ ആവുന്ന ഇവിടെ മാത്രമായിരിക്കും. റിപ്പീറ്റഡ് പോയിന്റ്സ് വരുന്ന സമയത്ത് അവിടെ ക്വിക്ലി ആ പോയിന്റ് എഴുതിയിട്ട് കൂടുതലും പോയിന്റ് ചില പോയിന്റ്സിന് എഴുതാൻ കൂടുതൽ ടൈം എടുക്കും. അപ്പം അറിയാവുന്ന പോയിന്റ്സ് ആദ്യമേ വേഗം എഴുതി പോവുക. എന്നിട്ട് ഇപ്പം 2 minutes ആണ് ഒരു പോയിന്റ് എഴുതാനായിട്ട് സമയം ശരിക്കും ഉള്ളതെന്നുണ്ടെങ്കിൽ അത് 1 minute എഴുതി തീർത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇവിടെ സേവ് ചെയ്യുന്ന 1 minute കൂടി അറിയില്ലാത്ത പോയിന്റ് എഴുതാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ എപ്പോഴും നിങ്ങൾ ആൻസർ എഴുതുന്ന സമയത്ത് ഫുൾ ക്വസ്റ്റ്യൻ വായിച്ച് പ്രയോറിറ്റൈസ് ചെയ്യാം. എപ്പോഴും ജനറൽ ആയിട്ട് നിങ്ങൾ എഴുതി ശീലിച്ചിട്ടുള്ള പോയിന്റ്സ് ആദ്യമേ എഴുതി പോവുക. അതിനുശേഷം മാത്രം എന്ത് ചെയ്യുക, പുതിയ പോയിന്റ്സിലേക്ക് പോവുക. ആ ഒരു അപ്രോച്ചിൽ എഴുതണം. എങ്കിൽ മാത്രമായിരിക്കും നമുക്ക് പെട്ടെന്ന് ടൈം മാനേജ്മെന്റ് പോസിബിൾ ആവുക. മനസ്സിലായോ? Yes, sir. ക്ലിയർ എവരിവൺ? ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടുന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ ഇന്ന് തന്നെ എല്ലാവരും ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം. ആൻഡ് ടു റിവൈസ് ദ ഏരിയ ഓഫ് 25 points. അപ്പം നമുക്ക് നാളെ നമ്മുടെ ഇന്റേണൽ കൺട്രോൾസിന്റെ ഏരിയ ഫോക്കസ് ചെയ്യാം. അപ്പം നാളെ ഇന്റേണൽ കൺട്രോൾസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് വരാൻ ഞാൻ പറയുന്നില്ല. അപ്പം ഓട്ടോമാറ്റിക്കലി ഈ ഏരിയ മൊത്തം അവിടെ കടന്നു പോകും. അപ്പം ഇന്റേണൽ കൺട്രോൾസിന്റെ ഏരിയ മൊത്തത്തിൽ നിങ്ങൾ നാളെ റിവൈസ് ചെയ്താൽ മതി, നമുക്ക് നാളെ റിവൈസ് ചെയ്യാം. അപ്പൊ ഇന്ന് പോയിട്ട് എന്താ ചെയ്യേണ്ടത്, ഈ 25 points പ്രോപ്പർലി റിവൈസ് ചെയ്യുക, ഈ ക്വസ്റ്റ്യനും പ്രോപ്പർലി പ്രാക്ടീസ് ചെയ്യുക. ഇന്ന് ഓഡിറ്റ് റിസ്കിന് മേലെ തന്നെ ഫോക്കസ് ചെയ്യാം കേട്ടോ. Okay? Okay, sir. All right. Okay, So thank you so much, everyone. Thank you. Thanks, sir.